വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കാൻ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു 6 വർഷമായി കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം, യുക്തിയുഗ മാസിക, കോഴിക്കോട് സയൻസ് ട്രസ്റ്റ് എന്നീ കൂട്ടായ്മകളുടെ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമായി അതിൽ എന്തൊക്കെയോ കേരളത്തിലെ യുക്തിവാദി മണ്ഡലത്തിന് പ്രയോജനകരമായി ഉണ്ട് എന്നൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഈ ക്ഷണത്തെ ഞാൻ കാണുന്നത്. അതൊരു അംഗീകാരമായി കാണുന്നു. നേരത്തെ രവീന്ദ്രൻ മാഷ് അതിനു മുമ്പേ അധ്യക്ഷനും ഒക്കെ ചെയ്തു എന്ന ഒരു കാര്യം, ഒരു യുക്തിവാദി പ്രവർത്തനത്തെ, യുക്തിവാദി പ്രസ്ഥാനത്തെ ചില ചരിത്രപരമായ വിശകലനങ്ങൾക്ക് വിധേയമാക്കുക എന്ന ഒരു കൃത്യം ചെയ്തതായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് അതേ ചുവട് പിടിച്ച് തന്നെയാണ് നേരത്തെ രാമചന്ദ്രൻ മാഷ് സൂചിപ്പിച്ച പോലെ അതേ ചുവട് പിടിച്ച് തന്നെയാണ് ഞാനും കുറച്ചൊക്കെ നീങ്ങുന്നത്. രവീന്ദ്രൻ മാഷ് പറഞ്ഞ ഒരു പോയിന്റ്, ഈ അതിശുദ്ധിവാദം എന്നത് അതൊരു പ്രശ്നം തന്നെയാണ്. ചരിത്രപരമായി നമ്മളെ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിനെ കുറിച്ച് ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഏതാനും പ്രശ്നങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണത്. എനിക്ക് ഓർമ്മ വന്നത്, ഒരു 6 വർഷം മുമ്പേ നമ്മുടെ ഒരു കൂട്ടായ്മ തൃശ്ശൂർ വെച്ച് നടക്കുമ്പോൾ പല യുക്തിവാദി രംഗത്ത് വരുന്ന പുതിയ പ്രവണതകളെക്കുറിച്ചും ആൾക്കാരെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, വളരെ നല്ല ഒരു ചെറുപ്പക്കാരനാണ്, ഉയർന്നു വരുന്ന, പല മണ്ഡലങ്ങളിലും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിന് ഒരുപക്ഷെ യുക്തിവാദി പ്രസ്ഥാനത്തിലൊരു ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള അദ്ദേഹമാണ്. അവനോ പള്ളിയിൽ പോയി കല്യാണം കഴിച്ചവൻ, ബാക്കി അയാൾ എന്ത് പ്രവർത്തിച്ചു, അയാൾ എന്ത് ചെയ്തു, അയാളുടെ കാഴ്ചപ്പാട് എന്താണ്, ഒന്നും വിഷയമേ അല്ല. അവൻ പള്ളിയിൽ പോയി കല്യാണം കഴിച്ചവൻ. അപ്പം ഈ ഒരു സംഭവം, അതായത് ഈ വ്യക്തി ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്തു, ആ വക അത് ഈ അതിശുദ്ധിവാദം എന്നത് മാഷ് പറഞ്ഞതുപോലെ, രവീന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ, എനിക്ക് തോന്നുന്നത് നമ്മളൊരു ചരിത്രപരമായ ശാപമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പ്രധാനമായും പറയാമെന്ന് വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ കൂട്ടായ്മകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരം എന്ന് ഞാൻ ഈ ക്ഷണത്തെ കരുതുമ്പോൾ, എന്തായിരുന്നു ആ പ്രവർത്തനം എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ചില വിമർശനങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഒരു സൗഹൃദ സംഭാഷണം എന്ന നിലയിൽ. യുക്തിയുഗം മാസിക തുടങ്ങിയിട്ടിപ്പോൾ 4 വർഷമായി. തുടങ്ങുന്ന സമയത്ത് നടക്കുമോ എന്നൊന്നും വലിയ രൂപമുണ്ടായിരുന്നില്ല. ഏതായാലും മുടന്തിയും മുടങ്ങിയുമൊക്കെ അതിപ്പോഴും നടന്നു പോകുന്നുണ്ട്. ഇതിലൂടെ ആയാലും മറ്റ് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളൊക്കെ ആയാലും ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു പോന്നിട്ടുള്ള ഒരു കാര്യമെന്നത്, കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെയും വർത്തമാനത്തെയും അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയ ദൗത്യം എന്ന ഒരു പ്രമേയത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പുനർവീക്ഷിക്കാനും പുനരാലോചിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് ഏറ്റവും ചുരുക്കി പറയാം. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ജ്ഞാനോദയം, സാപ്പറേ ഓടെ എന്നാണ് നമ്മൾ ആ ഫസ്റ്റ് യുക്തിയുഗത്തിൻ്റെ കവർ തന്നെ എഴുതി വെച്ചത്. സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക, ഡെയർ ടു തിങ്ക്, സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്നത്. ഈ ജ്ഞാനോദയം എന്നത് ഒരു ചിന്താരീതിയിലുള്ള പരിവർത്തനമാണ്. രവീന്ദ്ര മാഷ് ഉന്നയിച്ച ഒരു ചോദ്യത്തിനു കൂടി ഞാൻ എൻ്റെ ഒരു വീക്ഷണം അതിൻ്റെ കൂടെ വെച്ചോട്ടെ. യൂറോപ്യൻ ജ്ഞാനോദയം നമുക്ക് അനുയോജ്യമോ എന്ന, അല്ലെങ്കിൽ അത് അതേ രീതിയിൽ നമുക്ക് പകർത്താൻ കഴിയുമോ എന്ന പ്രസക്തമായൊരു ചോദ്യം മാഷ് ഉന്നയിച്ചു. അങ്ങനെയല്ല അതിനെ കാണേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 1929 യുക്തിവാദി മാസികയുടെ ആദ്യ ലക്കത്തിൻ്റെ മുഖപ്രസംഗത്തിൽ സഹോദരൻ അയ്യപ്പൻ പറയുന്നത്, എന്താണ് യുക്തിവാദം? അത് യുക്തിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവ് മാത്രം സ്വീകരിക്കുക എന്ന ഒരു മനോഭാവമാണ്.
അപ്പോൾ ടു ചേഞ്ച് ദ വേ പീപ്പിൾ തിങ്ക്, ഇതാണ് ജ്ഞാനോദയത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രമേയം എന്നത്. അതിലൊരു പ്രത്യേകിച്ച് നമ്മളൊരു യൂറോപ്യൻ മോഡലോ വേറൊരു മോഡലോ കാണേണ്ടതില്ല. കാരണം അടിസ്ഥാനപരമായി ചിന്താ രീതിയിലുള്ള ഒരു മാറ്റമാണത്. നമ്മൾ ഒരു യൂറോപ്യൻ പ്രസ്ഥാനത്തെ, ഒരു യൂറോപ്യൻ സ്ഥാപനത്തെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനുള്ളൊരു ശ്രമമല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ജനങ്ങളുടെ ചിന്താ രീതിയെ പരിവർത്തിപ്പിക്കുക എന്നതാണ്. വിശ്വാസ പ്രസ്ഥാനങ്ങൾ, ഞാൻ മതാത്മകത എന്നതിനേക്കാൾ വിശ്വാസശീലം എന്നത്, അത് മതത്തിലാവാം, പ്രത്യയശാസ്ത്രത്തിലാവാം, കീഴ്വഴക്കങ്ങളിലാവാം, ഇതിലൊക്കെ നേരത്തെ കൂട്ടി പരമ്പരാഗതമായി നൽകപ്പെട്ട, ആചാര്യന്മാരാൽ അനുശാസിക്കപ്പെട്ട, നേതാക്കന്മാർ പറയുന്ന വഴക്കങ്ങളെ, ശാസനകളെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക എന്ന ആ വിശ്വാസശീലത്തിന് പകരമായി നിരീക്ഷണവും, അതും ഈ ആദ്യ ലക്കത്തിൽ, യുക്തിവാദിയുടെ ആദ്യ ലക്കത്തിലെ ആ ലേഖനം യുക്തിവാദത്തിന്റെ ആദ്യ ലക്കത്തിലും എടുത്തു ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫൗണ്ടിങ് ഡോക്യുമെന്റ് എന്ന നിലയിൽ ഇതാണ് നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള യുക്തിയധിഷ്ഠിതമായ ചിന്തനവുമാണ് സാധുവായ അറിവിനുള്ള മാർഗം എന്ന രീതിയിലേക്ക് ചിന്താ രീതിയെ മാറ്റുക. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. ജ്ഞാനോദയം എന്നത്, എൻലൈറ്റൻമെന്റ് എന്നത് യൂറോപ്യൻ സമൂഹത്തിലും കുറഞ്ഞ മറ്റ് പാശ്ചാത്യ സമൂഹങ്ങളിലൊക്കെയും വലിയൊരളവോളം 18-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച് ഏറെയൊക്കെ മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ അത് ബ്രിട്ടീഷുകാരോടൊപ്പം ആരംഭിച്ചു, ബ്രിട്ടീഷുകാരോടൊപ്പം കടൽ കടന്നു വന്നു. ഈ ചിന്താരീതി മാറ്റാനുള്ള ഒരു പ്രവണതയുടെ ഭാഗമായാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മുടെ ക്രിമിനൽ നിയമ പരിഷ്കരണം പോലും ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മളെല്ലാവരും ചീത്ത പറയുന്ന മെക്കാളെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പറയുന്നൊരു വിഷയമാണ് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളെ പരിഷ്കരിക്കേണ്ട ആവശ്യകത എന്നത്. ഇവിടെ ബ്രാഹ്മണൻ കൊല ചെയ്താൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ മുടിവെട്ടലാണെന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എന്നുള്ള ഒരു ധാരണ. ഈ തരത്തിലുള്ള പരമ്പരാഗതബദ്ധമായ ഒരു സമൂഹത്തെ പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക്, പാരമ്പര്യാനന്തര ചിന്താ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി മാത്രമാണ്. അത് അപൂർണമായി അവസാനിച്ചു. ഇതാണ് അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയം എന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയം. ഇതാണ് നമ്മൾ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഇതിനെതിരെ ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഈ ജ്ഞാനോദയത്തിന്റെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായും ഹിന്ദുത്വ എന്ന അപകടകരമായ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകർ തന്നെയാണ്. ഒരു സംശയവുമില്ല. ഇന്ത്യയിലെങ്ങും ഈ ജ്ഞാനോദയ പ്രൊജക്ടിന്റെ പൂർത്തീകരണം ഇഷ്ടപ്പെടാത്തവർ, അതിനെതിർക്കുന്നവർ ഓരോ ഇൻസിഡന്റും എടുത്തു നോക്കിക്കോളൂ. വളരെ കൃത്യമായിട്ട് ഏറ്റവും ശക്തിയോടുകൂടി ഇന്ത്യയിൽ ഇത് ഹിന്ദുത്വ ശക്തികൾ, സംഘപരിവാർ എന്ന് തന്നെ പറയാം, അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല. പക്ഷേ ഇന്ന് ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ 5-6 വർഷമായി ഈ ഇൻകംപ്ലീറ്റ് എൻലൈറ്റ്മെന്റ് പ്രൊജക്ട് എന്ന രീതിയിൽ യുക്തിവാദത്തെ പുനർദർശിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിനെ നേരിടുന്ന 2 ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടും വളരെ ചെറിയ ശക്തികളാണ്. സംഘപരിവാറല്ല, അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. സംഘപരിവാറിനോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഒന്നും ഈ എൻലൈറ്റൻമെന്റ് ഒന്നും ഒരു വിഷയമേ അല്ല. അത് അവരുടെ മണ്ഡലത്തിനകത്ത് കിടക്കുന്നതല്ല. പക്ഷേ ഇപ്പോ 2 വിഭാഗമായിട്ടാണ് ഞാൻ പറയാം. ഒന്ന്, ഒരു എളുപ്പത്തിന് പറഞ്ഞാൽ ഇടത് സഹയാത്രികരും വലത് സഹയാത്രികരും രണ്ടുപേരും ഞങ്ങളെ എൻഗേജ് ചെയ്യുന്നുണ്ട്. കാരണം അതിനുള്ള ഒരു സാന്നിധ്യമേ നമുക്ക് കേരളത്തിലുള്ളൂ എന്നുള്ളത് കൊണ്ട് സഹയാത്രികർ മാത്രമേ നമ്മൾ അഡ്രസ് ചെയ്യുന്നുള്ളൂ. വീട്ടുകാരൊക്കെ വളരെ ഭദ്രമായി വീട്ടിനകത്ത് അടച്ചുറപ്പിൽ കഴിയുമ്പോഴും സഹയാത്രികർക്ക് ചിലപ്പോൾ അകത്ത് സ്ഥലം കിട്ടിയിട്ടുണ്ടാവില്ല. അവർ ഇറയത്തും മുറ്റത്തും ഒക്കെയാണ്. അപ്പൊ അവർക്ക് കാണാലോ, അതാ അതിലൂടെ ഒരാൾ പോണു, ഇങ്ങനെയുള്ള എല്ലാം വിളിച്ചു പറയും. അപ്പൊ അതുകൊണ്ട് സഹയാത്രികരാണ് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഇടത് സഹയാത്രികരുടെയും വലത് സഹയാത്രികരുടെയും ചില വിമർശനങ്ങളെയാണ് ഇന്ന് ഞാൻ അഡ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒന്ന്,
ഇടത് സഹയാത്രികയുടെ വിമർശനം പറയുന്നതിന് തൊട്ട് മുമ്പേ ഈ ജ്ഞാനോദയ ചിന്ത, ജ്ഞാനോദയം എന്ന പ്രമേയം, അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയ യുക്തിവാദം എന്ന ഒരു സംജ്ഞ തന്നെ കൃത്യമായി നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു കാരണം കേരളത്തിൽ, അതിൻ്റെ ചരിത്രപരമായ ഒരു കാരണമുണ്ട്. കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിന് വന്നിട്ടുള്ള വലിയൊരു പരാജയമായി ഞങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പിന്നോട്ടടിയായിട്ട് ഞങ്ങൾ കാണുന്നത്, യുക്തിവാദം എന്നത് അപ്രസക്തമാണ് എന്നൊരു ധാരണ നമ്മളുടെ ഇടയിൽ തന്നെ വന്നു. ഇതൊരു സത്വപ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം. യുക്തിവാദം എന്നത് ഇന്ന് പ്രസക്തമല്ല. കാരണം എന്താണ്? യുക്തിവാദം എന്നതിനെ വളരെ ഭംഗിയായിട്ട്, യുക്തിവാദം എന്ന് മാത്രമേ സഹോദരൻ അയ്യപ്പനോ MC ജോസഫൊക്കെ പറഞ്ഞിട്ടുള്ളൂ. 1970-80കളിൽ കേവല യുക്തിവാദം, യാന്ത്രിക യുക്തിവാദം എന്ന് പറയുന്ന പുതിയൊരു സംജ്ഞ കേരളത്തിൽ ഉണ്ടായി. നിങ്ങൾക്ക് ഞാൻ പല ദിക്കിലും പറഞ്ഞിട്ടുള്ളതാണ്. യുക്തിവാദവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന പ്രസിദ്ധമായ EMS പുസ്തകത്തിന്റെ പുറംചട്ടയെന്ന് കാണാം. യാന്ത്രിക യുക്തിവാദത്തിനെതിരെ വൈരുദ്ധ്യാത്മക ഭൗതികവാദ നിലപാട് അടിവരയിട്ടുറപ്പിക്കുന്ന EMS കൃതി. ഇത് മാർക്സിസ്റ്റ് ചിന്താഗതികൾക്ക്, ഞാൻ പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, മാർക്സിസ്റ്റ് ചിന്താഗതിക്ക് വളരെ വേരോട്ടമുള്ള നമ്മുടെ കേരള സമൂഹത്തിൽ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. യുക്തിവാദത്തിന് ഇനി ഒരു പ്രസക്തിയുമില്ല എന്നത് അടിവരയിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അത് വളരെ വിചിത്രമായ, വളരെ സൈദ്ധാന്തികമായി വളരെ മോശമായ ചില പ്രയോഗങ്ങളിലൂടെയാണ് സാധിക്കുന്നത്. അതൊക്കെ വേറെ നിലക്ക് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് ഇത് കേവല യുക്തിവാദം എന്നൊരു പുതിയ നാമധേയം ഇതിന് കിട്ടുകയും, ഇത് കാര്യമില്ല, ഇനി ഇതിന് പ്രസക്തിയില്ല എന്നത് കേരളത്തിൽ പരക്കെ വ്യാപിക്കുകയും ചെയ്ത ഒരു സത്വപ്രതിസന്ധിയുടെ ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ മറികടക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? നമ്മുടെ തന്നെ അടിസ്ഥാന ധാരണകളെ മാറ്റിമറിച്ചുകൊണ്ടാണ്. ഇതാ പറയുന്നതാണ് ശരി എന്ന നിലക്ക്. അതും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സഹോദരൻ അയ്യപ്പന്റെ ആ പ്രസിദ്ധമായ യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നതിനെയാണ് കൃത്യമായി ജ്ഞാനശാസ്ത്രപരമായി തെറ്റെന്ന് ഒരു സ്ട്രോമാൻ ആർഗ്യുമെന്റിലൂടെ, വൈക്കോൽ മനുഷ്യൻ ആർഗ്യുമെന്റിലൂടെ EMS ഇതിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. നമ്മൾ എന്ത് ചെയ്തു? അതങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ സഹോദരൻ അയ്യപ്പന്റെ മുദ്രാവാക്യത്തെ യുക്തിവാദി മാസികയുടെ ചിത്രം ഇവിടെ കാണാം. യുക്തിവാദി മാസികയുടെ കവറിൽ സ്ഥിരമായി പ്രിന്റ് ചെയ്ത് പോന്നിട്ടുള്ള നമ്മുടെ അടിസ്ഥാന ധാരണയെ തന്നെ അങ്ങ് മാറ്റി യുക്തി എന്നതിന് പകരം യത്നം, അധ്വാനം എന്ന് ചേർത്തുകൊണ്ടാണ് ഇതിനെ അഡ്രസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചതെന്ന് ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് സഹോദരൻ പറഞ്ഞത്, അന്ന് തുടങ്ങിയത്, കേരളത്തിലുണ്ടായത് കേവല യുക്തിവാദമല്ല, അത് ജ്ഞാനോദയാനന്തര യുക്തിവാദമാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ജ്ഞാനോദയ യുക്തിവാദം എന്ന സംജ്ഞ ബോധപൂർവമായി തിരഞ്ഞെടുത്തത്. കാരണം അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഇത് കേവല യുക്തിവാദമല്ല, ഇത് ജ്ഞാനോദയ യുക്തിവാദമാണ്. ഈ അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയം എന്നത് പൂർത്തിയാക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ യുക്തിവാദികൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ഏതാനും ടാർജറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ മേൽപ്പുര മാത്രം റിപ്പയർ ചെയ്യാനുള്ള മേൽക്കൂര തൊഴിലാളികളൊന്നുമല്ല. അങ്ങനെയാണല്ലോ, അതല്ല. ഈ തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ തിരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, അതായത് യുക്തിവാദി പ്രസ്ഥാനം അകപ്പെട്ട സൈദ്ധാന്തിക സത്വപ്രതിസന്ധി ഇതിനുള്ള ഒരു ആലോചനയായിട്ടാണ് വാസ്തവത്തിൽ ഈ ഒരു നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സഹയാത്രികയുടെ വിമർശനം ഞങ്ങൾ വളരെ ഗൗരവമായും അത് നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട്, ഞങ്ങളത് പരിഗണിക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ ഒരു ആമുഖമായി പറഞ്ഞോട്ടെ. അതായത് ജ്ഞാനോദയ യുക്തിവാദം എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും എന്ന യുക്തിവാദിയുടെ ജ്ഞാനമാർഗം സൂചിപ്പിക്കുന്നത് ജ്ഞാനോദയ കാലത്തുണ്ടായ നവീന വിജ്ഞാന മാർഗത്തെയാണ്. കേവല യുക്തിവാദം ജ്ഞാനോദയ പൂർവ്വ യുക്തിവാദം എന്നതിൻ്റെയും അനുഭവൈകവാദം എംപിരിസിസം എന്നതിൻ്റെയും കൂട്ടിച്ചേർക്കൽ വഴിയാണ് ഇക്കാലത്ത് പുതിയ ജ്ഞാനമാർഗം രൂപപ്പെട്ടത്. ആധുനിക ശാസ്ത്രത്തിന്റെ ജ്ഞാനമാർഗവും ഇത് തന്നെ. ഇത് വ്യക്തമാക്കാനാണ്, ഇതൊരു ജ്ഞാനമാർഗത്തിന്റെ കാര്യമാണ്. ഇത് പറയാനാണ് നമ്മൾ ജ്ഞാനോദയ അനന്തര യുക്തിവാദം എന്നിങ്ങനെ പറയാനിടയായത്. ഞങ്ങൾക്ക് എതിരെയുള്ള വിമർശനങ്ങൾ, ഈ ഇടതുപക്ഷ സഹയാത്രികയുടെ വിമർശനങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്നുകൂടി പറയട്ടെ, ഇതൊന്നും ഔദ്യോഗികമായി രാമേന്ദ്രൻ മാഷിന്റെയോ യുക്തിവാദി സംഘത്തിന്റെയോ നിലപാടുകളല്ല. ഇത് ഞാൻ പ്രതിനിധീകരിക്കുന്ന ചില കൂട്ടായ്മകളുടെ അഭിപ്രായമാണ്. അതൊന്ന് പ്രത്യേകം പറയട്ടെ. അതുകൊണ്ട് അതൊരു
എലൈറ്റിസം, ഇതാണ് മാർക്സിസ്റ്റ് സഹയാത്രികർ ഞങ്ങൾ ആരോപിക്കുന്ന ഒരു കാര്യം. ഇത് പറയുന്നത് ഇതാണ്: യുക്തിവാദം എന്നതിൽ വലതുപക്ഷ രാഷ്ട്രീയം, ഇത് ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രിക വിമർശനം ആണ്, ഞാൻ വായിക്കാം. യുക്തിവാദം എന്നതിൽ വലതുപക്ഷ രാഷ്ട്രീയം കലർത്തി വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഭൗതിക വസ്തുതകൾ അറിയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നതോ മതനിരാസമോ അല്ല പറയുന്നത്. ജ്ഞാനോദയ വ്യക്തിവാദമാണ്. വ്യക്തിവാദം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആണ്, ഒരു പൗരനാണ് ഇതിന്റെ കേന്ദ്രബിന്ദു നമ്മൾ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. സംഘടിത ബോധങ്ങൾ, സ്വത്വങ്ങൾ ഒഴിവാക്കണം, വൈരുദ്ധ്യാത്മക ബോധ്യവാദം, കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം എന്നൊക്കെ പറഞ്ഞ് സംഘികളെ പോലെയോ അതിലുപരിയോ എതിർക്കേണ്ട കേരളത്തിലെ യുക്തി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇടതുപക്ഷം എന്നാണ് അവതരിപ്പിക്കുന്നത്. വ്യക്തികളുടെ താല്പര്യങ്ങൾ, അവകാശങ്ങളൊക്കെ നിർവചിക്കപ്പെട്ടിരിക്കുന്നതോ അപ്പർ മിഡിൽ ക്ലാസ് ആയ പൗരമാതൃക അനുസരിച്ച്. ഇതിന് വെളിയിൽ താല്പര്യങ്ങൾ വരുന്ന ദളിതരോ തൊഴിലാളികളോ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘടിക്കുന്നത് ഗോത്രീയതയാണ്, യുക്തി കനച്ചുപോയതല്ല എന്നൊക്കെയാണ്. വളരെ പര്യാസ്തരാണ്. സാമൂഹ്യ സങ്കല്പങ്ങളും ഭരണാവകാശ മൂല്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇത് ഞങ്ങളുടെ വിമർശകരുടെ തുടർച്ചയാണ്. കാഴ്ചപ്പാടുകളും ഒരുപാട് മാറിയിട്ടുണ്ട്. ജ്ഞാനോദയ കാലം കഴിഞ്ഞു. ഇതാണ് വേറൊരു തമാശ. എപ്പോഴും ജ്ഞാനോദയം എന്ന് പറയുമ്പോൾ ഇതെന്തോ 18ാം നൂറ്റാണ്ടിലുള്ള കാര്യമാണെന്നാണ്. അനുഭവങ്ങളിൽ നിന്ന്, രണ്ടാം ലോക യുദ്ധം വരുത്തിയ കെടുതികളിൽ നിന്നും, കൊളോണിയലൈസേഷനെതിരായ പ്രക്ഷോഭങ്ങളിൽ നിന്നും, തൊഴിലാളി സമരങ്ങളും വിപ്ലവങ്ങളും സിവിൽ റൈറ്റ്സ് മൂവ്മെന്റും വികേന്ദ്രീകരണ ആവശ്യങ്ങളും അടക്കം പലതും ഇന്നത്തെ സമൂഹ സങ്കല്പങ്ങളെ സൃഷ്ടിക്കുന്നതിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടെറിഞ്ഞ് വ്യക്തി മാത്രമുള്ള ക്ലാസിക്കൽ ലിബറലിസ്റ്റിലേക്കോ അതിന്റെ പെയിന്റ് അടിച്ചിറക്കിയ വേർഷനായ നിയോ ലിബറലിസ്റ്റിലേക്കോ പോകണമെന്നതാണ് ജ്ഞാനോദയക്കാർ പറയാതെ പറയുന്ന രാഷ്ട്രീയം. ജ്ഞാനോദയ ചിന്ത വന്ന് സ്വർഗമായി എന്ന് പറയുന്ന ഇതൊക്കെ വിമർശനം തുടരുകയാണ്. ജ്ഞാനോദയ ചിന്ത വന്ന് സ്വർഗമായി എന്ന് പറയുന്ന സമയത്തിന് ശേഷം തന്നെയാണ് കോളനിവൽക്കരണവും ചൂഷണവും വ്യാപകമായത്. കാരണം യൂറോപ്യൻ പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിരുന്നില്ല എന്നത് തന്നെ. കറുത്തവർ മറ്റൊരു സ്വർഗമായ അമേരിക്കയിൽ വിവേചനം അനുഭവിച്ചു കഴിഞ്ഞപ്പോഴും ജ്ഞാനോദയം ഒന്നും ചെയ്തില്ല. തൊഴിലാളിക്ക് മാന്യമായ കൂലിയും തൊഴിൽ സാഹചര്യവും ജ്ഞാനോദയമല്ല ഉണ്ടായിക്കൊടുത്തത്. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സമരങ്ങളിൽ, പ്രക്ഷോഭങ്ങളിൽ, അതിന്റെ സമ്മർദ്ദങ്ങളിൽ കൂടി തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയവാദികളാണ്, എലൈറ്റിസ്റ്റുകളാണ് എന്നാണ് വാദം. ഇന്ത്യൻ സമൂഹത്തിൽ ഇന്നും ഒരുപാട് വിവേചനവും ചൂഷണവും പാർശ്വവൽക്കരണവും ഉണ്ട്. ഇതൊക്കെ ചിന്തിച്ചു മാറ്റിക്കളയാം, വിദ്യാഭ്യാസം ചെയ്ത് വ്യക്തികളെ മാറ്റി ഉണ്ടാക്കിക്കളയാം എന്നൊക്കെ പറയുന്നത് ഒന്നാം തരം വരട്ടുവാദവും കാപട്യവുമാണ്. അവകാശങ്ങൾക്കായുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ അട്ടിമറിക്കുക എന്നതിനെ ഉപകരിക്കൂ. കൂടെ ഗോത്രീയത യുക്തി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്നുകൂടി ചേർത്താൽ വളരെ സൗകര്യമായി. ഇതാണ് ഒരു ഇടതു സഹയാത്രിക വിമർശനം എന്ന് പറയാവുന്ന ഒരു വിമർശനം. ഇതിനുള്ള മറുപടി ഏതാനും പോയിന്റുകളായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തേത്, യുക്തിവാദി പ്രവർത്തനം എന്നത് കേരളത്തിൽ 1929 മുതലെങ്കിലും ആരംഭിച്ചതാണ്. അപ്പൊ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് അതിന് ഇന്നും പ്രസക്തിയുണ്ടോ എന്നതാണ്. രണ്ടാം ലോക യുദ്ധം വരുത്തിയ കെടുതികളിൽ നിന്നും, കൊളോണിയലൈസേഷനെതിരായ പ്രക്ഷോഭങ്ങളിൽ നിന്നും, തൊഴിലാളി സമരങ്ങളും വിപ്ലവങ്ങളും സിവിൽ റൈറ്റ്സ് മൂവ്മെന്റും വികേന്ദ്രീകരണ ആവശ്യങ്ങളും അടക്കം പലതും ഇന്നത്തെ സമൂഹ സങ്കല്പങ്ങളെ സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെ മാറിയ പരിസ്ഥിതിയിൽ യുക്തിവാദ പ്രവർത്തനത്തിന് പ്രസക്തിയുണ്ടോ? സ്വതന്ത്ര ചിന്താ പ്രവർത്തനത്തിന് പ്രസക്തിയുണ്ടോ? അതോ വിദ്യാഭ്യാസം ചെയ്ത് വ്യക്തികളെ ഉണ്ടായിക്കളയാമെന്നൊക്കെ പറയുന്ന ഒന്നാം തരം വരട്ടുവാദവും കാപട്യവുമാണ് എന്ന് ഈ വിമർശകർ ഉന്നയിക്കുന്ന വാദത്തെ പിൻപറ്റി യുക്തിവാദം എന്ന സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനം തന്നെ അപ്രസക്തമാണെന്നും രാഷ്ട്രീയ അധികാരം നേടാനുള്ള ശ്രമം മാത്രമാണ് പ്രസക്തമായ പൊതുപ്രവർത്തനം എന്നും നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ടോ? ഇത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയാവുന്ന സഹോദരൻ അയ്യപ്പന്റെ ചരമവേളയിൽ വി.ടി. ഭട്ടതിരിപ്പാട് 1968 ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് ഒന്ന് നമുക്ക് നോക്കാം. വി.ടി. നിരീക്ഷിക്കുന്നത് ഇതാണ്. ഇത് 1968 വി.ടി. സഹോദരന്റെ ചരമക്കുറിപ്പായിട്ട് എഴുതിയതിൽ പറഞ്ഞൊരു വാചകമാണ്. സാമൂഹ്യ പ്രവർത്തകന്റെ വില ഇന്ന് വളരെ തുച്ഛമാണ്. ഇന്നൊരു MLA ആവാൻ ഭാഗ്യം സിദ്ധിച്ചാൽ അവന് സ്ഥാനമുണ്ട്. സെക്രട്ടേറിയറ്റ് ഇരിക്കാൻ സാധിച്ചാൽ അവനും സ്ഥാനമുണ്ട്. മന്ത്രിയാവാൻ സാധിച്ചാൽ അവന്റെ കാര്യം പറയാനുമില്ല. അധികാരമില്ലാതെ യാതൊന്നും നടപ്പില്ല എന്നൊരു ബോധം പൊതുജനങ്ങളുടെ ഇടയിൽ പരന്നു കഴിഞ്ഞിട്ടുണ്ട്. മറിച്ച് അപ്പോൾ അത് ഇതിന് വീട്ടിൽ പറയുന്നതാണ്, ഈ സ്ഥിതി അപകടകരമാണ്. നിയമനിർമ്മാണ സഭയിൽ നിന്ന് 1000 നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തു കാര്യം? അതനുസരിപ്പിക്കാൻ, ജനങ്ങളെ സമ്മതിപ്പിക്കുവാൻ സമുദായ പ്രവർത്തനമല്ലാതെ മറ്റെന്താണ് മാർഗം? ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനം എന്നത് ഒരു ഗോത്രീയ ചിന്താരീതി പുലർത്തുന്ന, ജ്ഞാനോദയ പൂർവ്വ മനസ്ഥിതി പുലർത്തുന്ന, പരമ്പരാഗത ചിന്താരീതി പുലർത്തുന്ന ഒരു ഗോത്രീയ സമൂഹത്തിന് ആധുനികമായ ഭരണഘടന വീണ് കിട്ടിയ വിചിത്രമായ അവസ്ഥയിൽ ആ ജനാധിപത്യത്തെ സാർത്ഥകമാക്കാനുള്ള ശ്രമം എങ്ങനെയാണ്? ജനങ്ങൾക്ക് ജനാധിപത്യ ബോധമുണ്ടാവണം.
ഗോത്രീയ ബോധത്തിൽ നിന്ന് ആധുനികമായ ജനാധിപത്യ ബോധത്തിലേക്ക് ജനങ്ങൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. ചേഞ്ച് ദ വേ പീപ്പിൾ തിങ്ക്. ഇതാണ് നമ്മുടെ ജോലി. നമ്മൾ എതിർക്കേണ്ടത് മതത്തെയല്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ മതത്തെ എതിർക്കുന്ന ആൾക്കാരല്ല. നമ്മൾ എന്തിന്റെ ആൾക്കാരാണ്? നമ്മൾ ആൾക്കാരുടെ ചിന്താരീതി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ദ വേ പീപ്പിൾ തിങ്ക് ഇത് മാറണം. അപ്പൊ മതത്തിന്റെ നേരെയുള്ള ആറ്റിറ്റ്യൂഡ് മാറും. ബദൽ വൈദ്യത്തിനെതിരെയുള്ള അത് മാറും. മറ്റെല്ലാ വിധമായ വിശ്വാസ പ്രസ്ഥാനങ്ങൾക്കുമെതിരെയുള്ള ആൾക്കാരുടെ സമീപനം മാറണമെങ്കിൽ, പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള വിശ്വാസ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള അന്യന് വേണ്ടി വെട്ടിച്ചാവലിനെതിരെയുള്ള ഈ തരത്തിലുള്ള ചിന്തകൾ വളരണമെങ്കിൽ നമ്മുടെ ചിന്താരീതി ഗോത്രീയ ചിന്താരീതി എന്ന്, ജ്ഞാനോദയ പൂർവ്വ ചിന്താരീതി എന്ന് പുതിയ ചിന്താരീതിയിലേക്ക് മാറേണ്ടത്. ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഇന്നും ഇവിടെ പങ്കുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇടതുപക്ഷ വിമർശനം പറഞ്ഞിട്ടാണ് അതിനൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാവട്ടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് ശരിയല്ല. അത് വേറെ ഈ വർക്ക് അവിടെ നടക്കേണ്ടതുണ്ട്. അപ്പോ ഗോത്രീയ മനോഭാവമുള്ള ഒരു ജനത ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ഒരു ഏകാധിപത്യമാകും. അതൊരു സംശയമില്ല. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതാണ്. നമുക്ക് എന്നും വേണ്ടിയിരുന്നത് ആ ഒരു അധികാര കസേരയിൽ ഒരു ദുർഗാദേവിയോ അതല്ലെങ്കിൽ ഒരു 56 ഇഞ്ച് വലിപ്പമുള്ള നെഞ്ചുള്ള ഒരാളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത് ആരായിരുന്നാലും ഏത് പാർട്ടി ആയിരുന്നാലും അത് നമുക്ക് ആ ഗോത്രീയ നേതാവിനെയാണ് ആവശ്യം. അല്ലെങ്കിൽ ഇരട്ടച്ചങ്കെങ്കിലും നമുക്ക് വേണം. നമുക്ക് ആ ഗോത്രീയ നേതാവില്ലാതെ നമുക്ക് സമാധാനമാവില്ല. ഈ മനോഭാവമാണ് മാറേണ്ടത്. അപ്പോ മനോഭാവത്തിലുള്ള മാറ്റം, ഇതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, യുക്തിവാദ പ്രവർത്തനം പ്രസക്തമാണോ അല്ലയോ എന്നാണ് ചോദ്യം നമ്മൾ ചോദിച്ചത്. അത് പ്രസക്തമാണെന്നാണ് എന്റെയും സമാന ചിന്താധികാരിയുടെയും അഭിപ്രായം. എന്നാൽ യുക്തിവാദ പ്രവർത്തനം അപ്രസക്തമാണ് എന്ന വിശ്വാസം കേരളത്തിൽ വളരെ ശക്തമാണ്. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് കേരളത്തിൽ ഇങ്ങനെ വാദിക്കുന്നവരിൽ ഏറ്റവും ശക്തരായ കൂട്ടർ. യുക്തിവാദവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന തന്റെ പുസ്തകത്തിൽ VMS യുക്തിവാദം അപ്രസക്തമായി എന്ന് വാദിക്കുകയും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്, രാമസ്വാമി നായ്ക്കരെയും സഹോദരനെ പോലെയുള്ളവരുടെയും നേതൃത്വത്തിൽ ആദ്യകാലത്ത് ചെയ്യുന്ന പോലെ അന്ധവിശ്വാസങ്ങളെയും യുക്തിവാദ എതിർക്കുകയും യുക്തിവാദ ചിന്ത പ്രചരിപ്പിക്കുകയും മാത്രം ചെയ്തുകൊണ്ട് പ്രയോജനമില്ല എന്ന് അദ്ദേഹം ആ നയം വ്യക്തമാക്കുന്നു. അപ്പോ ഒന്നുകൂടി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുള്ളത്, ജ്ഞാനോദയ യുക്തിവാദം എന്ന് അടയാളപ്പെടുത്തുമ്പോഴും അടിസ്ഥാനപരമായി ഇത് പുതിയൊരു കാര്യമല്ല. അയ്യപ്പനോ MCO ഒക്കെ പറഞ്ഞ യുക്തിവാദം തന്നെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അതിന്റെ സാധ്യതകൾ നമുക്കുണ്ട്, അതിന്റെ പരിമിതികളും ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ടന്നെ ചെയ്യുന്നു. ഈ സംശയം ഇത് രാഷ്ട്രീയ അധികാര മണ്ഡലത്തിലോ സാമ്പത്തിക ബന്ധ മണ്ഡലത്തിലോ എക്കണോമിക് സോണിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോണിലോ ഉള്ള പ്രവർത്തനമല്ല. ഇത് സംശയമില്ല. സമൂഹത്തിന്റെ ചിന്താരീതി മാറ്റാനുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടി മാത്രം. ജ്ഞാനോദയ എന്ന വിശേഷണം വാസ്തവത്തിൽ മുൻപറഞ്ഞ സമൂഹത്തിന്റെ ചിന്താരീതി എന്താവണം എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചകമായി മാത്രം കണ്ടാൽ മതി. അതാണ് ഈ ജ്ഞാനോദയം എന്നുള്ള വാക്ക് പറയുമ്പോൾ 18ാം നൂറ്റാണ്ടിലെ യൂറോപ്പിനെ ഇവിടെ പുനഃസൃഷ്ടിക്കാനാണ് നമ്മുടെ ഇടതുപക്ഷ വിമർശകർ ഉന്നയിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ജ്ഞാനോദയം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ജ്ഞാനോദയ കാലത്ത് ജീവിച്ചിരുന്ന ചില ഏകാധിപതികളുടെ കഥയൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവരും. ഇതൊക്കെ ആർക്ക് താല്പര്യം? അതേ അല്ല നമ്മൾ പറയുന്നത് ചിന്താരീതി ഏത് തരത്തിലാവണമെന്നതിനെ കുറിച്ച് മാത്രമാണ്. അപ്പോ അതാണ് ഈ ജ്ഞാനോദയ കാലത്ത് രൂപമെടുത്ത നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും എന്ന ചിന്താരീതി വരണമെന്നാണ് നമ്മൾ ജ്ഞാനോദയ യുക്തിവാദം എന്ന് പറയുന്നത്. പിന്നെ ഒരു ആരോപണം ഇതാണ്, വൈരുദ്ധ്യാത്മക ബോധ്യവാദം, കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം എന്നൊക്കെ പറഞ്ഞ് സംഘികളെ പോലെയോ അതിലുപരിയോ എതിർക്കേണ്ട യുക്തിചിന്തയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇടതുപക്ഷം എന്നാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ യുക്തിചിന്തയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇടതുപക്ഷം എന്നത് വിമർശകരുടെ വാക്കുകളാണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. കാരണം ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന വാക്ക് മാർക്സിന് മുമ്പേ ഉണ്ട്. അതിനു മുമ്പുണ്ടായതാ. പിന്നെ ഈ മാർക്സിസ്റ്റുകാരുടെ, ഞാൻ പറയില്ല, ഇത് പറയുന്ന ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, രാമേന്ദ്രൻ മാഷക്കോ ഇതല്ല. മാർക്സിസ്റ്റ് രീതി എന്താണെന്ന് പറഞ്ഞാൽ കെറൻസ്കി ഗവൺമെന്റ് മുതൽ കേര കർഷക സഹകരണ സംഘം വരെ ഏതിനെയും പിടിച്ചെടുക്കുക. ഇതാണ് മാർക്സിസ്റ്റുകാർ എവിടെയും ചെയ്തിട്ടുള്ളത്. അത് കെറൻസ്കി ഗവൺമെന്റ് ആയാലും കേര കർഷക സംഘമായാലും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഇടതുപക്ഷം എന്ന ഒരു സംജ്ഞയെ മാർക്സിസ്റ്റ് ചിന്തകർ വലിച്ചെടുത്തിട്ടുണ്ട്, അവരടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് നമ്മൾ ഇടതുപക്ഷത്തിനെ അല്ല, ഇടതുപക്ഷം എന്നത് നമ്മളാണ് ഇടതുപക്ഷം. അപ്പോൾ അതുകൊണ്ട് ഈ വാചകം നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഇടതുപക്ഷമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ ഇടതുപക്ഷക്കാരാ. അതിന്റെ ചരിത്രം പറയാൻ നേരമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, എങ്ങനെയാണ് ഇടതുപക്ഷം എന്നുള്ള വാക്ക് വരുന്നത് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ മുൻ പറഞ്ഞ വിധം യുക്തിവാദ പ്രവർത്തനം അപ്രസക്തമാണ് എന്നൊരു വാദം അതിശക്തിയായി മാർക്സിസ്റ്റുകൾ, ഇടതുപക്ഷം എന്നല്ല മാർക്സിസ്റ്റുകൾ ഉയർത്തിയിട്ടുണ്ട്.
അത് 1980 മുതലെങ്കിലും കേരള യുക്തിവാദി പ്രസ്ഥാനത്തിലെ പല വിധത്തിൽ ബാധിച്ചു. 4ാം എഡിഷനാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനിയും എഡിഷനിൽ ഇറങ്ങും, ഒരു സംശയവുമില്ല. ഇന്നും 85 ഇറങ്ങിയ പുസ്തകം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണിൽ അത് ഋണാത്മകമായി ബാധിച്ചു. യുക്തിവാദത്തെ അപലപിക്കുകയും വൈരുദ്ധ്യാത്മക ബോധിവാദം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത മാർക്സിസ്റ്റ് നിലപാട്, മാർക്സിസ്റ്റ് വീക്ഷണങ്ങളിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന 80കളിലെ കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിനുണ്ടാക്കിയ ഒരു പ്രധാന വ്യതിയാനം, ഇത് ഞാൻ പറഞ്ഞാണ്. മാർക്സിസ്റ്റ് നിലപാടുകളുമായി ഒത്തുചേരുന്ന വിധത്തിൽ യുക്തിവാദി പ്രവർത്തനത്തെ പുനർനിർവചിക്കാനും ഗതി മാറ്റാനും ഉള്ള ഒരു ശ്രമമാണ്. ഇതൊക്കെ നടന്നിട്ടും അല്ല, അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഭരണഘടനയിൽ തന്നെ മാറ്റം വന്നു. അപ്പോ ഈ സാഹചര്യം ഒന്നുകൂടി വിശദമായി അങ്ങോട്ട് പോവാം. യുക്തിവാദം, അതായത് കേവല യുക്തിവാദം എന്ന് EMS തെറ്റായി അവതരിപ്പിച്ച സഹോദരനും മറ്റും പിന്തുടർന്ന ജ്ഞാനോദയ യുക്തിവാദം അപ്രസക്തമായി എന്ന് മാത്രമല്ല, അത് ബഹുജന വിപ്ലവ പ്രസ്ഥാനത്തിനെതിരായി അണിനിരന്നവരാണ് യുക്തിവാദികൾ എന്നുകൂടി മാർക്സിസ്റ്റ് ഒരു നിലപാടുണ്ടായി. പിൽക്കാല കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തെ ഇത് വളരെ പിറകോട്ടടുപ്പിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് വീക്ഷണങ്ങൾക്ക് അനുസൃതമായി തങ്ങളുടെ നിലപാടുകൾ രൂപപ്പെടുത്തി ഭരണഘടന മാറ്റി ഇതൊക്കെ ചെയ്തിട്ടും 2011 ഒക്ടോബറിൽ യുക്തിരേഖയിൽ ബഹുമാന്യനായ കലാനന്ദ മാഷ് ഇങ്ങനെയാ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? കേരള യുക്തിവാദി സംഘത്തിന്റെ മുന്നേറ്റത്തെ തരം കിട്ടിയപ്പോഴൊക്കെ തടയാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്, അണികളല്ല തന്നെ യുക്തിവാദി പ്രചരണത്തിന് വിലങ്ങുവെച്ചത്. 1980 മുതൽ 2011 വരെ ഈ വിമർശനങ്ങളൊക്കെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തും അക്കോമഡേറ്റ് ചെയ്തും മുന്നേറിയ ശേഷം അവസാനം കലാനന്ദ മാഷ് മനസ്സിലാവുന്നു. എന്താണ് മനസ്സിലാവുന്നത്? മുന്നേറ്റത്തെ തരം കിട്ടിയപ്പോഴൊക്കെ തടയാൻ ശ്രമിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അപ്പോൾ ഇതുകൊണ്ട് കാര്യമില്ല. ഈ വിമർശനത്തെ നേരിട്ടുകൊണ്ടേ കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. ഈ വാക്കുകൾ യുക്തിവാദി പ്രസ്ഥാനം കേരളത്തിൽ ഇന്നും പ്രസക്തമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അങ്ങനെ കരുതാത്ത ആൾക്കാരാണ് ഇടതുപക്ഷ സഹയാത്രികർ കുറേ പേര്, അവ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ മാർക്സിയൻ നിലപാടുകൾ കേരള യുക്തിവാദി പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ 4 ദശാബ്ദങ്ങളായി ചെലുത്തിയ ഋണാത്മക സ്വാധീനത്തിൽ നിന്ന് നമ്മൾ മുക്തരായേ പറ്റൂ. അത് സംശയമില്ല. അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. അതിനുള്ള ശ്രമമാണ് നമ്മൾ സൈദ്ധാന്തികമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് സാധിക്കുക? യുക്തിവാദി പ്രസ്ഥാനത്തിനുമേൽ ഉണ്ടായ മാർക്സിസ്റ്റിന്റെ ഋണാത്മക സ്വാധീനത്തെ എങ്ങനെ നേരിടാം എന്നതാണ് ഈ വലിയ പ്രസ്ഥാനത്തിനൊക്കെ പുറത്തുള്ള ഞങ്ങളെപ്പോലുള്ള ഏതാനും യുക്തിവാദികളുടെ ഒരു പ്രധാന താത്വിക പ്രശ്നം. 2 വിധത്തിൽ ഇത് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒന്ന്, സ്വതന്ത്ര ഇന്ത്യയെ അതിലെ യുക്തിവാദത്തെ തള്ളിപ്പറയുന്ന മാർക്സിസ്റ്റ് വിമർശനങ്ങളെ നേരിടണം. അതുകൊണ്ടാണ് നമ്മളിത് യുക്തിവാദം എന്നാൽ കേവല യുക്തിവാദമല്ല, അത് ജ്ഞാനോദയാനന്തര യുക്തിവാദമാണ്. അത് ഈ രീതിയിലുള്ള കൃത്യമായ ഒരു സൈദ്ധാന്തിക വ്യക്തത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത്. രണ്ടാമത്തെ വഴി എന്താണ്? മാർക്സിസം ലെനിനിസം എന്നത് ഒരു വിശ്വാസ പ്രസ്ഥാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസ പ്രസ്ഥാനമാണത്. ഈ മാർക്സിസ്റ്റ് വിശ്വാസവും യുക്തിചിന്തയും പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റുകൾ കേരളത്തെ പറഞ്ഞു പഠിപ്പിച്ച ഈ വിശ്വാസങ്ങളെ നമ്മൾ വിമർശിക്കണം. അതാണ് രണ്ടാമത് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മളെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് വിമർശനങ്ങൾ നേരിടണം. 2, മാർക്സിസ്റ്റുകാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസങ്ങളെ കൃത്യമായി സൈദ്ധാന്തികമായി നമ്മൾ നേരിടണം. അതിനുള്ള 2 ശ്രമം നടക്കുന്നുണ്ട്. ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ നടന്ന ഒരു സമ്മേളനത്തിൽ മാർക്സിന്റെ 2 ആശയങ്ങളെ, കേരളത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മിച്ചമൂല്യ സിദ്ധാന്തം, വിപ്ലവത്തിന്റെ അനിവാര്യത, ഈ 2 വിഷയങ്ങളെ എനിക്ക് സാധ്യമായ രീതിയിൽ അഡ്രസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് യൂട്യൂബിൽ കാണാം. ഈ തരത്തിൽ ആണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വേറൊരു പോയിന്റ്, ജ്ഞാനോദയ ചിന്ത വന്ന് സ്വർഗമായി എന്ന് പറയുന്ന സമയത്തിന് ശേഷം തന്നെയാണ് കോളനിവൽക്കരണം ആ ഒരു വിഷയം. തൊഴിലാളി അത് ഒരു പരിഹാസമാണ്. ഇത് ഭൂമിയിൽ സ്വർഗമുണ്ടാക്കി എന്നുള്ളത്. അപ്പൊ ഈ ഭൂമിയിൽ സ്വർഗമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും വലിയ നരകമുണ്ടാക്കിയിട്ടുള്ളത്. അതാണ് നല്ല ഉദ്ദേശത്താൽ പാകപ്പെട്ടതാണ് നരകത്തിലേക്കുള്ള വഴികൾ എന്ന് പറയും. അപ്പൊ ഭൂമിയിൽ സ്വർഗം പണിയാൻ ഇതെല്ലാം തുടച്ചു മാറ്റി ക്ലീൻ സ്ലേറ്റ്, നാളെ മുതൽ ഒരു പുതിയ സ്വർഗമുണ്ടാക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മഹാദുരിതങ്ങളാണ് മനുഷ്യരാശിയെ നേരിട്ടിട്ടുള്ളത്. 20ാം നൂറ്റാണ്ടിന്റെ എല്ലാ മഹാദുരിതങ്ങളുടെയും ഒരു പ്രധാന ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്വർഗമുണ്ടാക്കാനുള്ള ശ്രമമാണ്. അത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നതേയില്ല. ഇതുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തങ്ങളൊന്നും ഞങ്ങൾ പറയാറില്ല. അതുകൊണ്ട് ആ ഭാഗം സ്വർഗം അതോടെ വിടുന്നു. ജ്ഞാനോദയ യുക്തിവാദം എന്ന സംജ്ഞ പ്രാഥമികമായും ജ്ഞാനശാസ്ത്രപരമായ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഉദ്ദേശിച്ച് തിരഞ്ഞെടുത്താണ് നേരത്തെ വ്യക്തമാക്കി. ചില പരിമിതികളുണ്ടെങ്കിലും ജ്ഞാനോദയ മാനവികത
എൻലൈറ്റൻമെന്റ് ഹ്യൂമനിസം എന്നത് മനുഷ്യ ചരിത്രത്തിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇത് സംബന്ധിച്ച് വിമർശകർ അവരുടെ ധാരണ പറയുന്നുണ്ട്, അതിനൊരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അതാണ് ഈ പറഞ്ഞത്, യൂറോപ്യൻ വിവേചനം മാറ്റാൻ, മാന്യമായ കൂലിയും തൊഴിൽ സാഹചര്യം ഉണ്ടാക്കാൻ ഇതൊന്നും ജ്ഞാനോദയം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ പോലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്റ്റീവൻ പിങ്കറിന്റെ ദ ബെറ്റർ ഏഞ്ചൽസ് ഓഫ് അവർ നേച്ചർ എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ പേജ് 177 മുതൽ 183 വരെ ഈ എൻലൈറ്റൻമെന്റ് ഹ്യൂമനിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒറ്റൊരു പാരഗ്രാഫ് ഞാൻ ഇവിടെ വായിക്കാം. ഐ വുഡ് ആർഗ്യൂ ദാറ്റ് എൻലൈറ്റൻമെന്റ് ഹ്യൂമനിസം, വെദർ ഇൻവോക്ഡ് എക്സ്പ്ലിസിറ്റ്ലി ഓർ ഇംപ്ലിസിറ്റ്ലി, underlie the diverse humanitarian reforms of the 18th and 19th centuries. The philosophy was explicitly invoked in the design of the first liberal democracies, most transparently in the self-evident truths in the American Declaration of Independence. Later, it would spread to other parts of the world, blended with humanistic arguments that had arisen independently in this civilization. ലോകത്ത് എവിടെയൊക്കെ ഉദാര ജനാധിപത്യം നിലനിന്നിട്ടുണ്ടോ അതൊക്കെ ജ്ഞാനോദയ മാനവികതയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിന് എന്നും പ്രാധാന്യമുണ്ട്. 7ാമത്തെ പോയിന്റ്, ഇന്ത്യൻ സമൂഹത്തിൽ, ഇതാണ് വിമർശകൻ പറഞ്ഞത്, ഇന്ത്യൻ സമൂഹത്തിൽ ഇന്നും ഒരുപാട് വിവേചനവും ചൂഷണവും പാർശ്വവൽക്കരണവും ഉണ്ട്. ഇതൊക്കെ ചിന്തിച്ചു മാറ്റിക്കളയാം, വിദ്യാഭ്യാസം ചെയ്ത് വ്യക്തികളെ മാറ്റി ഉണ്ടായിക്കളയാം എന്നൊക്കെ പറയുന്നത് ഒന്നാം തരം വരട്ടുവാദവും കാപട്യവുമാണ്. അവകാശങ്ങൾക്കായുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ അട്ടിമറിക്കുവാൻ അത് ഉപകരിക്കും. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെ പ്രശ്നം വ്യവസ്ഥിതിയുടെ പ്രശ്നമല്ല, മനസ്ഥിതിയുടെ പ്രശ്നമാണ്. ഇതും നേരത്തെ ഒരു അഡ്രസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വിവിധ പ്രശ്നങ്ങൾ കൃത്യമായും മനസ്ഥിതിയുടെ പ്രശ്നങ്ങളായി മാറുന്നത്. ഓരോന്നും എടുത്തു നോക്കൂ. ഇന്ത്യ വിഭജനം, ഗാന്ധിജിയുടെ മരണം, തൊട്ട് ഓരോ ഇന്ത്യൻ ചരിത്രത്തിലെ ഓരോ ഘട്ടം എടുത്താലും ഇതൊക്കെ മനസ്ഥിതിയുടെ പ്രശ്നങ്ങളാണ്. അയോധ്യ കലാപമാകട്ടെ, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകമാകട്ടെ, ഇയാള് ഇന്നത്തെ പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നത് പോലും ആകട്ടെ, അടിസ്ഥാനപരമായി വ്യവസ്ഥിതിയുടെ പ്രശ്നമല്ല, മനസ്ഥിതിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മനസ്ഥിതിയുടെ പരിഷ്കരണം അതിപ്രധാനമാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒന്നാമത് പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചെത്തുകയാണ്. യുക്തിവാദി പ്രവർത്തനത്തിന് കേവല യുക്തിവാദി പ്രവർത്തനം, ബൂർഷ്വാ യുക്തിവാദി പ്രവർത്തനം എന്നൊക്കെ മാർക്സിസ്റ്റുകളും വിളിക്കുന്നതും ജ്ഞാനോദയ യുക്തിവാദി പ്രവർത്തനം എന്ന് ഞങ്ങളാൽ ചിലരും വിളിക്കുന്ന, ഇത് രണ്ടും ഒക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾ ബൂർഷ്വാ യുക്തിവാദം എന്തിനെ വിളിക്കുന്നു അതിനെ തന്നെയാണ് ഞങ്ങൾ ജ്ഞാനോദയ യുക്തിവാദം എന്ന് വിളിക്കുന്നത്. ഇക്കാലത്തിൽ കേരളത്തിൽ വരെ പ്രസക്തിയുമുണ്ടോ എന്നതാണ് പ്രശ്നം. ഈ ചോദ്യത്തിന് ഉത്തരതാണ്. വിമർശകർ പരിഹാസമായി ഞങ്ങൾ പറഞ്ഞ ചിന്തിച്ചു മാറ്റൽ, വ്യക്തികളെ മാറ്റിയുണ്ടാക്കൽ എന്നീ വികൃതവാക്യങ്ങൾ ഞങ്ങൾ യുക്തിവാദികൾ പ്രൊജക്റ്റുമായി ഏതാണ്ടൊരു വിദൂര സാമ്യമുണ്ട്. ശരി, അവർ അത്രയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ, നല്ലത് തന്നെ. ഈ അവകാശങ്ങൾക്കായുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ അട്ടിമറിക്കുക എന്നതിനെ ഉപകരിക്കുക എന്നതിനൊന്നും ഞങ്ങൾക്കൊരു യോജിപ്പുമില്ല. ഈ സമകാലിക കേരളത്തിൽ യുക്തിവാദി പ്രവർത്തനം നേരിടുന്ന ഒരു പ്രശ്നം മാർക്സിസത്തിന്റെ ഋണാത്മക സ്വാധീനമാണ് എന്ന് നേരത്തെ പറഞ്ഞു. മുൻ തലമുറ കൂടുതൽ നേരിട്ടിട്ടില്ലാത്ത വേറൊരു പ്രശ്നവും കൂടി അതിന്റെ ഇടയിലങ്ങ് പറഞ്ഞോട്ടെ. അത് മതേതര അന്ധവിശ്വാസങ്ങൾ എന്നതാണ്. സമൂഹത്തിൽ ശാസ്ത്രീയ മനോവൃത്തിയുടെ അഭാവം, ശാസ്ത്രവിരുദ്ധമായ അതേസമയം മതദൈവാദി വിശ്വാസങ്ങളുമായി ബന്ധമില്ലാത്ത നിരവധി അന്ധവിശ്വാസങ്ങൾ ഇന്ന് കേരളത്തിൽ വ്യാപകമാണ്. വിവിധ ബദൽ വൈദ്യങ്ങൾ, വാക്സിൻ വിരുദ്ധത, യോഗ, ജൈവകൃഷി, കീമോഫോബിയ, ഇങ്ങനെ നിരവധി എണ്ണമുണ്ട്. ഇവയ്ക്കെതിരെയുള്ള ഞങ്ങളുടെ ചെറിയ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാക്കി തരുന്ന മറ്റൊരു കാര്യം. ജ്ഞാനോദയ യുക്തിവാദം എന്ന സംജ്ഞ സ്വീകരിച്ചതിനെ കുറിച്ചുള്ള ജ്ഞാനശാസ്ത്രപരമായ വിശദീകരണം പറഞ്ഞത് ഒരിക്കൽ കൂടി വ്യക്തമാവാൻ സഹായിക്കുന്ന ചില വാചകങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. ജ്ഞാനോദയ ചിന്തയുടെ സന്തതിയായി പിറന്ന കേരളീയ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ അവസ്ഥയോ ഇതിന്റെ 1-ാം ലക്കത്തിലെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജ്ഞാനോദയ ചിന്തയുടെ സന്തതിയായി പിറന്ന കേരളീയ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ചക്കാരിൽ പ്രമുഖരായ പലർക്കും തങ്ങളുടെ ബൗദ്ധിക പൈതൃകത്തെ മറച്ചുപിടിച്ച് അവഗണിക്കാനോ അതല്ലെങ്കിൽ കേവലവാദം എന്നാക്ഷേപിച്ച് തള്ളിക്കളയാനോ ആണ് താല്പര്യം. ജ്ഞാനോദയ യുക്തിവാദം കേരളത്തിൽ അവതരിപ്പിച്ച സഹോദരൻ അയ്യപ്പന്റെ ജ്ഞാനമാർഗദർശനം കാലഹരണപ്പെട്ടു എന്ന് അവരിൽ ചിലർ പരസ്യമായി വിധി കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ഇന്ന് ഒരു പക്ഷത്തിനും പഥ്യമല്ലാതായി തീർന്നു പടിയിറക്കപ്പെട്ട ജ്ഞാനോദയ ബൗദ്ധിക പാരമ്പര്യത്തെ, എൻലൈറ്റ്മെന്റ് ട്രഡീഷനെയാണ് ഈ മാസിക നെഞ്ചേറ്റുന്നത്. ജ്ഞാനമാർഗം എന്നിവയാണ് ജ്ഞാനോദയത്തിന്റെ പ്രഥമ പരിഗണനകൾ. തെളിവുകളില്ലാതെ അന്ധമായി വിശ്വസിക്കുക എന്നത് ചിരപുരാതനമായ ഒരു മനുഷ്യ പ്രവണതയാണ്. ഈ വിശ്വാസശീലത്തിനെതിരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു, ബൗദ്ധിക മുന്നേറ്റമായിരുന്നു ജ്ഞാനോദയം എന്നത്. യുക്തിയുഗം അല്ലെങ്കിൽ ഏജ് ഓഫ് റീസൺ എന്നറിയപ്പെട്ട ആ ചരിത്ര കാലഘട്ടത്തിൽ യുക്തി എന്താണ് എന്നത് പുനർനിർവചിക്കപ്പെട്ടു. അന്ന് വരെ നിലനിന്ന കേവല യുക്തിവാദത്തെ, പ്യുവർ റാഷണലിസത്തെ ജ്ഞാനോദയ ചിന്തകർ തള്ളിക്കളഞ്ഞു.
നിരീക്ഷണത്തിന്റെ പരമപ്രാധാന്യം തിരിച്ചറിഞ്ഞ ജ്ഞാനോദയ യുക്തിവാദത്തിന്റെ ജ്ഞാനമാർഗം നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തിയധിഷ്ഠിതമായ ചിന്തനവും 3 or 4 വട്ടം ഞാനത് പറഞ്ഞു, ആവർത്തിച്ച് പറയേണ്ടതുകൊണ്ട് വീണ്ടും പറയുകയാണ് എന്നതായി. നിരീക്ഷണത്തിന്റെ പ്രസക്തി ഇങ്ങനെ അടിവരയിട്ടുറപ്പിച്ച ആ കാലഘട്ട വാസ്തവത്തിൽ യുക്തിയുഗം എന്നതിനേക്കാൾ അനുഭവവാദയുഗം എന്നാണ് വിളിക്കേണ്ടതെന്ന് പോലും ചെറിയ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. സർ, സമയമുണ്ടോ? ഉണ്ടെങ്കിൽ രണ്ടാം ഭാഗത്തേക്ക് പോവാം, അതല്ലെങ്കിൽ അത് വേറെ അവസരത്തിൽ പറയാം. സാറോട് ചോദിക്കുകയാണ്, ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ സംസാരിക്കും. സാറ് എന്നെ തടയുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ധൈര്യമായി മുന്നേറുകയാണ്. മൗനം സമ്മതം. സൗഹൃദത്തിന്റെ ഒരു ശിക്ഷയാണ് രാമേന്ദ്ര മാഷ് ഇത്. അതെ, 10 മിനിറ്റ് കൊണ്ട് തീർക്കാം. അതെ, മാഷ് ഉറപ്പിച്ച് പറഞ്ഞാൽ എപ്പോൾ നിർത്തും. ഈ വലതുപക്ഷ വിമർശനം എന്ന് ഞാൻ വിളിക്കുന്നത്, അവരെ സ്വയം വലതുപക്ഷം എന്ന് പറയുന്നില്ല, ഒരു സുഹൃത്തിന്റെ ഉണ്ടായ ഒരു ചർച്ചയിൽ അവതരിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു സുഹൃത്തിന്റെ ചർച്ചയാണിത്. അതിലിങ്ങനെ പറയുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായത്താണ്, ബോധവും ജ്ഞാനവും വലിയൊരു വ്യത്യാസമുണ്ട്. പുരുഷനും സ്ത്രീയും തുല്യമാണ് എന്നത് ഒരു ജ്ഞാനമല്ല, കാരണം തുല്യരല്ല എന്നതുകൊണ്ട് തന്നെ. അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. തുല്യരാണെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ 2 സംഗതി ഉണ്ടാവില്ലല്ലോ. എന്നാൽ അവർക്ക് തുല്യ അവസരം നൽകണം എന്നതൊരു ബോധമാണ്. നീതിബോധം എന്നോ മറ്റോ വിളിക്കാം. പൂർത്തിയാവാത്ത ഏതോ ജ്ഞാനോദയം പൂർത്തിയാക്കുക എന്നതാണ് സ്വതന്ത്ര ചിന്തയുടെ ലക്ഷ്യമെന്നാണ് താങ്കൾ എന്നോട് പറഞ്ഞാണ് ഇപ്പോൾ പറയുന്നത്. എൻലൈറ്റൻമെന്റ് എന്നാൽ അതൊരു ജ്ഞാനോദയമല്ല, ബോധോദയമാണ്. എന്നാൽ അത് പൂർത്തിയാക്കൽ ഒരു സ്വതന്ത്ര ചിന്തന്റെ ലക്ഷ്യമൊന്നുമല്ല. അതിപ്പോൾ എനിക്കില്ലാത്ത ലക്ഷ്യം എന്റെ തലയിൽ അടിച്ചു വെച്ചാൽ ഞാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു ലക്ഷ്യമൊന്നും യുക്തിവാദത്തിനില്ല. പൂർത്തിയാക്കാത്ത ബോധോദയം, അദ്ദേഹം ജ്ഞാനോദയം എന്ന് പറയില്ല, ബോധോദയം പൂർത്തിയാക്കാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. എന്നാൽ ഞാനില്ല, എനിക്കതിന് താല്പര്യമില്ല. എന്നാൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നിടത്തോളം ഞാൻ എന്നെ വിമൽ കുമാർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്വതന്ത്രചിന്തൻ എന്ന് വിളിക്കും. അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, വിമൽ കുമാർ ബാർ സ്വതന്ത്രചിന്തൻ എന്ന് വിളിക്കും. ജ്ഞാനോദയം പൂർത്തിയാക്കാൻ കൂടെ വരാത്തതിന്റെ പേരിൽ എന്നെ ആ വിശേഷത്തിന് അർഹനല്ല എന്ന് വ്യാഖ്യാനിക്കുന്നിടത്താണ് എനിക്ക് വിയോജിപ്പുള്ളത്. അദ്ദേഹത്തിന് തുറന്നു പറയാണ്, ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിലെ വീഡിയോകളുടെ വിഷയങ്ങൾ ഏതാണ്ട് ഈ ക്രമത്തിലാണ്. പരിണാമം ശ്രദ്ധിക്കുക. 1, മതം അന്ധവിശ്വാസമാണ്. യുക്തിചിന്ത ഫാൾസിഫയബിൾ, ഓക്കെ, അംഗീകരിച്ചു. 2, ഹോമിയോ അന്ധവിശ്വാസമാണ്. യുക്തിചിന്ത ഫാൾസിഫയബിൾ, അംഗീകരിച്ചു. 3, യോഗ സോമയാഗം അന്ധവിശ്വാസമാണ്. യുക്തിചിന്ത ഫാൾസിഫയബിൾ, അംഗീകരിച്ചു. 4, വർഗീയത മതതീവ്രവാദം, സാമൂഹിക കാലിക വിഷയങ്ങൾ. 5, ഫെമിനിസം പുരോഗമനവാദം. അതായത് പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് സാമ്പാറാക്കി, പക്ഷെ പേര് പരിപ്പ് കറി തന്നെ വേണമെന്ന് നിർബന്ധമാണ്. ഒരല്പം ഡെക്കറേഷനോടെ പേരിട്ടാൽ 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വേവിച്ച പരിപ്പ് എന്നൊക്കെ വരും. ഇതാണ് വിമർശനം. ഇത് ഞാൻ പറഞ്ഞ മറുപടി. അത് ഇതിന്റെ ചരിത്രം അത്ര ശരിയല്ല. കാര്യം ആദ്യമായി ഒരു വിഷയം സംസാരിച്ചത് തന്നെ പ്യുവർ റാഷണലിസം, പിന്നെ കേവല യുക്തിവാദവും മറ്റ് ജ്ഞാനോദയപൂർവ്വ ചിന്താരീതികൾ എന്ന് പറയുന്നത് ആദ്യം ഞാൻ സംസാരിച്ച വിഷയം 2011 വീഡിയോ കാണാം. അപ്പൊ അങ്ങനെ അത് ശരിയല്ല, ആദ്യമേ ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടുള്ളത്. അതിരിക്കട്ടെ. അപ്പൊ ഇതിന് എന്റെ മറുപടി ഇതായിരുന്നു, ബോധവും ജ്ഞാനവും താങ്കൾ 2 തരത്തിൽ വേർതിരിച്ചു. ആ അർത്ഥത്തിൽ ജ്ഞാനോദയം എന്നല്ല ബോധോദയം എന്നാണ് പറയേണ്ടത് എന്നും പറഞ്ഞു. ഇത് ശരിയല്ല. എന്തെന്നാൽ പൂർത്തിയാവാത്ത ഏതോ ജ്ഞാനോദയം അല്ല ഞാൻ പറയുന്ന വിഷയം. കൃത്യമായി യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് എന്ന സാംസ്കാരിക പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ യുക്തിവാദ രംഗത്തേക്ക് വരുന്നത് തന്നെ ഈ വാദം ഉന്നയിച്ചുകൊണ്ടാണ്. 2015 തൃശ്ശൂരിൽ സംസാരിച്ച കേവല യുക്തിവാദവും മറ്റ് ശാസ്ത്രപൂർവ്വ ചിന്താരീതികളും എന്ന പ്രസന്റേഷൻ തൊട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ 5 വർഷമായി നിരന്തരമായി ഈ കാര്യം തന്നെ പറയുന്നു. ഇതെല്ലാം സ്വതന്ത്ര ലക്ഷ്യമെന്ന് കരുതുന്നവർ അവരുടെ വാദം പറയട്ടെ, അവരുടെ വഴിക്ക് പോകട്ടെ. അപ്പോൾ അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയം എന്ന ആശയം സുപ്രധാനമായ തിരിച്ചറിവാണ് ഞാൻ കരുതുന്നു. ഇത് ഞാൻ കണ്ടത് ആശയമല്ല. കേരളത്തിലെ യുക്തിവാദി സമൂഹത്തിൽ ഈ ആശയം കുറെ സ്വീകാര്യത നേടുന്നുണ്ട് എന്നത് നല്ല കാര്യമാണ് എന്നും വിചാരിക്കുന്നു. ആരുടെയും തലയിൽ ഒന്ന് അപ്പോൾ അതും പറയുന്നുണ്ട്, ആരുടെ തലയിൽ കെട്ടിവെച്ചിട്ടില്ല. കുറച്ചുപേർ ഇത് ശരിയെന്ന് കരുതുന്നു. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. അതും വാസ്തവമാണ്. അപ്പോൾ ഇതിനും കൂടി ഞാൻ മറുപടി പറഞ്ഞു. 18ാം നൂറ്റാണ്ടിൽ വേവിക്കാൻ ആരംഭിച്ച പരിപ്പാണ് ഇന്നും പടിഞ്ഞാറൻ യൂറോപ്പിന്റെ സാംസ്കാരിക പോഷണം. ഈ പരിപ്പ് ആണ് ഇന്ന് യൂറോപ്പ് ഒരു പരിഷ്കൃത സമൂഹമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് കറി കഴിച്ചുകൊണ്ട. അതാണ് അവരുടെ സാംസ്കാരിക പോഷണം എന്നത്. ആ സായിപ്പന്മാർ വഴി ആ പരിപ്പ് ഇന്ത്യയിൽ എത്തിയപ്പോൾ അത് ശരിക്ക് വേവിക്കാൻ, കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ പാരമ്പര്യ ശക്തികൾ സമ്മതിച്ചില്ല എന്നല്ല, കുറെ കല്ലും മണ്ണും ഒക്കെ ആ കലത്തിൽ വാരിയിടുകയും ചെയ്തു. അതാണ് നമ്മുടെ വിവേകാനന്ദന്റെ ആ കഥ. വേറൊന്നാണ് ഇന്ത്യൻ എൻലൈറ്റൻമെന്റ് എങ്ങനെയാണ്
കൃത്യമായി പരമ്പരാഗതവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടത്. അതെങ്ങനെയാണ് ഒരു ഒരു പ്രതിലോമാധുനികതയായി മാറിയത് എന്നത് വേറെ തന്നെ ഒരു വിഷയമാണ്, ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശ്നം, അടുത്ത പ്രശ്നം ഇതാണ്: സ്വതന്ത്ര ചിന്തകനായാൽ ഫെമിനിസ്റ്റ് ആയിരിക്കും എന്നാണ് താങ്കളുടെ വാദം. അതെങ്ങനെ ശരിയാവും? അതാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള എൻ്റെ മറുപടി ഇതാണ്: യുക്തിവാദി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത് യുക്തിവാദ പ്രവർത്തകൻ, ആക്ടിവിസ്റ്റ് എന്നാണ്, അല്ലാതെ വിമൽകുമാർ എന്നല്ല. നിങ്ങൾ മുറിയിൽ അടച്ചിരുന്ന നിങ്ങൾ യുക്തിവാദി എന്ന് പറയുന്നതല്ല. ഞാൻ യുക്തിവാദി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു യുക്തിവാദി പ്രവർത്തകനാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാണ് യുക്തിവാദിയാവുന്നത് എന്ന നിലയിൽ ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാവരെയും പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യുക്തിവാദി പ്രവർത്തനത്തെ ഞങ്ങൾ നിർവചിക്കുന്നത് അപൂർണമായ ജ്ഞാനോദയ പ്രൊജക്ട് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം എന്നാണെന്ന് മാധ്യമം പറയട്ടെ. അതുകൊണ്ട് തന്നെ വിമൽകുമാർ യുക്തിവാദികൾക്ക് ഞാൻ പറയുന്ന വിശദീകരണം ബാധകമല്ല. ഇന്ത്യൻ യുക്തിചിന്ത പ്രസ്ഥാനം എന്നത് ബഹിഷ്കൃതരുടെ പ്രസ്ഥാനമായാണ് ഞങ്ങൾ വീക്ഷിക്കുന്നത്. മഹാത്മാ ഫുലെ, അംബേദ്കർ, പെരിയാർ, അയ്യപ്പൻ ചിന്താധാര, അതാണ് ഇന്ത്യൻ എൻലൈറ്റൻമെന്റിന്റെ, ഇന്ത്യൻ യുക്തിചിന്തയുടെ ധാര, ഭൗതികധാര. പാരമ്പര്യ സമൂഹത്താൽ ബഹിഷ്കൃതരായ മഹാത്മാ ഫുലെ, പെരിയാർ, അയ്യപ്പൻ, അംബേദ്കർ, ഇവരുടേതാണ് ഈ ജ്ഞാനോദയ പ്രൊജക്ട് എന്ന് പറഞ്ഞത്. സ്ത്രീകളുടേതാണ് ഈ പ്രൊജക്ട്, ദളിതരുടേതാണ് ഈ പ്രൊജക്ട്. അതുകൊണ്ട്, അതായത് പരമ്പരാഗത സമൂഹം പൂർണ്ണ മനുഷ്യത്വം കൽപ്പിച്ചില്ലാതെ അവർക്ക് വേണ്ടിയാണ് ജ്ഞാനോദയ പ്രൊജക്ട് വന്നത്. അവരാണ് ഇംഗ്ലീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത് എന്ന് പറയുന്നത് എന്ന് ഗുരു പറയുമ്പോൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതിനെക്കുറിച്ച് ഇവരൊക്കെ ഉയർത്തി പറയുമ്പോൾ, ഇന്നും ഈ ഒരു പോയിന്റ് ഉയർന്നു വരുമ്പോൾ, ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പ്രൊജക്ട്? അത് പരമ്പരാഗത സമൂഹം ആരെയാണോ ബഹിഷ്കരിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയാണ് ഈ പ്രൊജക്ട്. അതുകൊണ്ട് ദളിതർക്ക് നീതി കിട്ടണം, സ്ത്രീകൾക്ക് നീതി കിട്ടണം എന്ന വാദം യുക്തിവാദി പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു യുക്തിവാദി ഫെമിനിസ്റ്റ് ആയേ പറ്റൂ, യുക്തിവാദി ദളിത് പക്ഷപാതി ആയേ പറ്റൂ, ദളിത് വാദി ആയേ പറ്റൂ എന്ന് ഞാൻ പറയുന്നത്. ഇതിന് അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ്: 1, പശുവിനെ തെങ്ങുമേ കെട്ടും. 2, തെങ്ങിൽ തേങ്ങ ഉണ്ടാവും. 3, തേങ്ങ കൊണ്ട് ചമ്മന്തി അരക്കും. ഈ ലൈനിലാണ് സാറിന്റെ വിശദീകരണം. യുക്തിവാദി എന്ന പശുവിനെ ബഹിഷ്കൃതർ എന്ന തെങ്ങിനോട് കെട്ടിയാൽ മാത്രമേ സാറിന് അതിനെ ഫെമിനിസവുമായി ബന്ധിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് ശ്രദ്ധേയമാണ് എന്നാണ് അതിന് വന്ന മറുപടി. അപ്പോൾ ഞാൻ പറഞ്ഞു, യുക്തിവാദവും ഇന്ത്യൻ ജ്ഞാനോദയവാദവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്ഞാനോദയം എന്നത് പാരമ്പര്യ സമൂഹത്തിൽ നിന്ന് ഒന്നുകൂടി വ്യക്തമാക്കി പാരമ്പര്യാനന്തര സമൂഹത്തിലേക്കുള്ള പരിവർത്തനമാണ്. ഇതിൽ ആർക്കാണ് താല്പര്യം? പാരമ്പര്യ സമൂഹത്തിലെ അത് തെങ്ങും പശുവുമായുള്ള ബന്ധമല്ല, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമാണ്. അതിൽ ആർക്കാണ് താല്പര്യം? പാരമ്പര്യ സമൂഹത്തിൽ അധകൃതർക്കാണ് താല്പര്യം. പാപയോനികളിൽ ജനിക്കുന്ന പാപയോനികളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇവിടെ എത്ര സ്ത്രീകളുണ്ട്? ഒറ്റക്ക് വന്ന സ്ത്രീകൾ എത്രയുണ്ട്? ഇതാണ് നമ്മുടെ സമൂഹം. അപ്പോ അവർക്കാണ് താല്പര്യം, ഇത് അവർക്കുള്ള പ്രൊജക്റ്റാണ്. ഒരു അർദ്ധമനുഷ്യരായി കുറെ ആൾക്കാരെ കണ്ടുവരുന്നുണ്ട് നമ്മൾ പരമ്പരാഗത സമൂഹം. അവർക്ക് വേണ്ടെങ്കിൽ ഈ ജ്ഞാനോദയ പ്രൊജക്ട് ആർക്ക് വേണ്ടിയാ? അവർക്ക് വേണ്ടിയാണ് ഈ പ്രൊജക്ട്. ഇതാണ് എന്റെ വീക്ഷണം. അത് തള്ളാം, കൊള്ളാം, വിമർശിക്കാം, പരിഹസിക്കാം. വിമർശകൻ അടുത്ത് പറയണം, എനിക്ക് യുക്തിവാദി പ്രവർത്തനം എന്നതുകൊണ്ട് മനസ്സിലായതും വാക്കിന്റെ അർത്ഥം വെച്ച് നോക്കിയാലും അയുക്തി, അന്ധവിശ്വാസം തന്നെയുള്ള പ്രവർത്തനമാണ്. അതിൽ ഫെമിനിസം എങ്ങനെ കയറും? ഫെമിനിസം സമൂഹ നന്മക്ക് വേണ്ടി എന്നുള്ളതാണ്. യുക്തിവാദ പ്രവർത്തനം അതിനു വേണ്ടി തന്നെ. മാർഗം ഒന്നാവുന്നെങ്ങനെ, ലക്ഷ്യം ഒന്നാണെങ്കിലും മാർഗം ഒന്നാവുന്നത് എങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞു, യുക്തിവാദി പ്രവർത്തനം എന്നതുകൊണ്ട് മനസ്സിലായത് വാക്കിന്റെ അർത്ഥം വെച്ച് നോക്കിയാൽ അയുക്തി, അന്ധവിശ്വാസം എന്നിവയുള്ള പ്രവർത്തനമാണ് എന്നതൊരു വീക്ഷണം. എനിക്കതിനോട് യോജിപ്പില്ല. എന്നാൽ യുക്തിവാദി പ്രവർത്തനം എന്നതിനെ അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയം എന്ന വിപുലമായ തീമിന്റെ പശ്ചാത്തലത്തിൽ പുനർവീക്ഷിക്കാനും പുനർനിർവചിക്കാനുമുള്ള ഒരു ശ്രമമാണ് 2010 മുതലെങ്കിലും ഞങ്ങൾ ചെയ്തു വരുന്നത്. ഈ ജ്ഞാനോദയ ദൗത്യം എന്ന തീമിന്റെ വെളിച്ചത്തിലല്ലാതെ യുക്തിവാദി പ്രവർത്തനത്തെ വീക്ഷിക്കുകയും കൈകാര്യം ചെയ്യുന്നതാണ് കേരളീയ യുക്തിവാദത്തിന്റെ പൊതുധാര. ഞങ്ങൾ കുറച്ച് വഴിമാറി നടക്കുന്നു. ഞങ്ങൾക്ക് ലഭ്യമായ ഇടങ്ങളിൽ ഈ ഒരു കാര്യം സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ചിലയിടങ്ങൾ ഇല്ലാതാവുന്നു, ചിലതിൽ നിന്ന് പുറത്താവുന്നു, അപൂർവം ചിലത് മാത്രം നിലനിന്നു പോകുന്നു. ഫെമിനിസ്റ്റിന്റെ വിഷയമാവട്ടെ, ദളിത് വിഷയമാവട്ടെ, ഞാൻ കാണും വിധമുള്ള, ഞങ്ങൾ കാണുന്ന വിധത്തിലുള്ള യുക്തിവാദി പ്രവർത്തനത്തിന് ഈ പരിഗണനകൾ ഉൾച്ചേർന്നേ മതിയാവൂ. ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ മർമ്മം. ഞാനൊരു എങ്കോച്ച വീക്ഷണമാണ്, ഒരു സ്ക്യൂഡ് വീക്ഷണമാണെന്ന് അവതരിപ്പിക്കുന്നത് എന്ന് ഈ വിമർശകർക്ക് തോന്നുന്നതിൽ അത്ഭുതമില്ല. ഇൻഫാക്ട് കേരളീയ യുക്തിവാദികൾ ചുരുക്കം പേർ മാത്രമേ ഇതിനോട് യോജിക്കുന്നുള്ളൂ. അപ്പോ എങ്കിലും യുക്തിവാദികളുടെ കൂട്ടം എന്നതിന് പകരം പുരോഗമനവാദികളുടെ കേഡർ സംഘടന എന്ന നിലയിലേക്ക് യുക്തിവാദി ഗ്രൂപ്പുകളെ അധപ്പതിപ്പിച്ചു. എനിക്കില്ലാത്ത ലക്ഷ്യം എന്റെ തലയിൽ അടിച്ചു വെച്ചു എന്നൊക്കെ ഏറ്റവും മിതമായ വാക്കുകൾ അടിസ്ഥാനപരമായ ഒരു ആരോപണം മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വേറൊരു റിജോയിൻഡർ,
ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ യുക്തിവാദത്തിന് ഡെഫിനേഷൻ വേറെയാണ് എന്ന അഭിപ്രായത്തിൽ യോജിക്കാൻ പറ്റില്ല. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിർവചനത്തിന്റെ വിഷയമായല്ല ഞാൻ കാണുന്നത്. അത് വിശദമാക്കാം. ജനാധിപത്യവാദി എന്ന് സ്വയം അടയാളപ്പെടുത്തുന്നവരുടെ പ്രവർത്തനത്തിന്റെ തീം എന്തായിരിക്കണം എന്നത് അതത് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ചാവും. അതാണ്. ഞാനൊരു ജനാധിപത്യവാദിയാണ്. പക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യവാദി എന്ത് ചെയ്യുന്നു എന്നതല്ല അമേരിക്കയിലെ ജനാധിപത്യവാദി ഒരുപക്ഷെ ചെയ്യുക. അതാവില്ല സ്വിറ്റ്സർലൻഡിൽ ഒരാൾ ചെയ്യുക, അതാവില്ല നെതർലാൻഡ്സിൽ ചെയ്യുക, അതാവില്ല ബ്രിട്ടനിൽ ചെയ്യുക. വ്യത്യസ്തമാവാം. ഈജിപ്തിലും റഷ്യയിലും ഇന്ത്യയിലും സൗദിയിലും ഒക്കെയുണ്ട് ജനാധിപത്യവാദികൾ. പക്ഷെ അവരുടെ തീമുകൾ വ്യത്യസ്തമായേ പറ്റൂ. ജനാധിപത്യം എന്നതിന്റെ നിർവചനം സർവ്വസമ്മതമാണെങ്കിൽ പോലും, അതാണോ അല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം, ആണെങ്കിൽ പോലും ഇതുപോലെയാണ് യുക്തിവാദത്തിന്റെയും കാര്യം. യുക്തിവാദം എന്നത് സാർവലൗകികമാണ്, എല്ലാ ദിക്കിലും ഒരേ ഡെഫിനിഷൻ ആവാം ജനാധിപത്യം എന്നതുപോലെ. പക്ഷേ സൗദിയിൽ യുക്തിവാദം പറയുന്നതും ഇന്ത്യയിൽ യുക്തിവാദം പ്രവർത്തിക്കുന്നതും ഈജിപ്തിൽ പ്രവർത്തിക്കുന്നതും ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നതും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നതും വ്യത്യസ്തമായേ പറ്റൂ. നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ യുക്തിവാദി പ്രവർത്തനം എങ്ങനെയായിരിക്കണം? അത് അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയം എന്ന പ്രൊജക്ട് പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണ്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. യുക്തിവാദം സ്വതന്ത്ര ഇന്ത്യ എന്ന നിർവചനം സാർവലൗകികമാണെന്നതിൽ തർക്കമില്ല എന്ന കാര്യം ആദ്യം. അതല്ല, മറിച്ച് ഇന്ത്യയിൽ യുക്തിവാദി പ്രവർത്തനത്തിന്റെ തീം എന്തായിരിക്കണം എന്നതാണ് വിഷയം. എൻലൈറ്റ്മെന്റ് പ്രൊജക്ട് പൂർത്തിയാക്കൽ ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ലക്ഷ്യമൊന്നുമല്ല എന്നാണ് വിമർശകന്റെ വാദം. യുക്തിവാദി പ്രവർത്തനത്തെ ഞാൻ നിർവചിക്കുന്നത് അപൂർണമായ ജ്ഞാനോദയ പ്രൊജക്ട് പൂർത്തിയാക്കുന്ന പ്രവർത്തനം എന്നാണ് ഞാൻ മുകളിൽ പറഞ്ഞതിനർത്ഥം. ഇന്ത്യൻ യുക്തിവാദി പ്രവർത്തനത്തിന്റെ തീം അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയ പ്രൊജക്ടിനെ കഴിവതും മുന്നോട്ട് കൊണ്ടുപോകുക എന്നത്രേ. യുക്തിവാദത്തിന്റെ നിർവചനം എന്നല്ല, യുക്തിവാദി പ്രവർത്തനത്തിന്റെ നിർവചനം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വതന്ത്ര ചിന്തൻ അടയാളപ്പെടുന്ന ഒരാൾ സമൂഹത്തിൽ സ്വതന്ത്ര ചിന്താ പ്രവർത്തനം നടത്തണമോ വേണ്ടോ എന്ന അയാളുടെ കാര്യം. ഇന്ത്യയിൽ സ്വതന്ത്ര പ്രവർത്തനം എന്താ എന്നതിന്റെ തീം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഞങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, യുക്തിവാദവും യുക്തിവാദി പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി, വിശദീകരിച്ചു തന്നതിന് നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി. അതിന് ആ കാര്യം മനസ്സിലായി. ഇതാണ് യുക്തിവാദികളോട് സംസാരിക്കുമ്പോൾ ഒരു ഗുണം. മറ്റവരോട് സംസാരിക്കുന്നതല്ല, കാര്യം പറഞ്ഞാൽ കുറച്ച് മനസ്സിലാവും. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാണ്, അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. എന്നാൽ സ്വയം പ്രഖ്യാപിത പുരോഗമനാശയങ്ങൾ യുക്തിസഹമായ അപഗ്രഹത്തിന് വിധേയമാകാതെ അതും കൂടി യുക്തിവാദി പ്രവർത്തനത്തിന് കെട്ടിവെക്കുന്നതിന്റെ യുക്തി കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് എന്റെ മറുപടി ഇതായിരുന്നു: സ്വയം പ്രഖ്യാപിത പുരോഗമനാശയങ്ങൾ യുക്തിസഹമായ അപഗ്രഹത്തിന് വിധേയമാകാതെ യുക്തിവാദി പ്രവർത്തനത്തിൽ കെട്ടിവെക്കുന്ന യുക്തി ആണ് പറയേണ്ടത്. ഇന്ത്യൻ അവസ്ഥയിൽ യുക്തിവാദി പ്രവർത്തനം എന്നത് ജ്ഞാനോദയ പദത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തണമെന്നാണ് താല്പര്യമെന്ന് പറഞ്ഞല്ലോ. പരമ്പരാഗത ലോകവീക്ഷണത്തിന് പകരം സമൂഹം പാരമ്പര്യാനന്തര ലോകവീക്ഷണം, പോസ്റ്റ് ട്രഡീഷണൽ വേൾഡ് വ്യൂ സ്വീകരിക്കുന്നതാണ് ഈ പ്രൊജക്ടിന്റെ സാധ്യമായൊരു വിശദീകരണം. പാരമ്പര്യ സമൂഹം പാർശ്വവൽക്കരിക്കുന്ന തരം താഴ്ത്തി കാണുന്ന മനുഷ്യർക്കാണ് ആധുനികത, മോഡേണിറ്റിക്ക് വേണ്ടിയാണ് പൂർണ്ണ മനുഷ്യത്വം നൽകേണ്ടത്. അയ്യപ്പൻ, അംബേദ്കർ എന്നിങ്ങനെ പുറന്തള്ളപ്പെട്ടവരെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിനിധികൾ എന്ന് ഞാൻ വിലയിരുത്തുന്നു. എന്റെ കാഴ്ചപ്പാടിൽ, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, മനുഷ്യാവകാശങ്ങൾക്കായുള്ള അധസ്ഥിതരുടെ യത്നം എന്നതുമായി ബന്ധമില്ലാത്ത സ്വതന്ത്ര ഇന്ത്യ പ്രവർത്തനം എന്നത് ഇന്ത്യൻ അവസ്ഥയിൽ അപ്രസക്തമാണ്. ഇതാണ് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. മനുഷ്യാവകാശങ്ങൾക്കായുള്ള അധസ്ഥിതരുടെ യത്നം എന്നതുമായി ബന്ധമില്ലാത്ത സ്വതന്ത്ര ഇന്ത്യ പ്രവർത്തനം എന്നത് ഇന്ത്യൻ അവസ്ഥയിൽ അപ്രസക്തമാണ്. അതുകൊണ്ടാണ് സംഘപരിവാറിനെ എതിർക്കേണ്ടി വരുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ പാരമ്പര്യ ലോകവീക്ഷണം പൂർണ്ണ മനുഷ്യത്വം കൽപ്പിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ, ദളിതർ ഇത്യാദി മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ജ്ഞാനോദയത്തിന്റെ ഗുണഭോക്താക്കൾ. അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ സ്വതന്ത്ര ചിന്താ പ്രവർത്തനം. ഇത്രയും ആ ചർച്ച നീണ്ടുപോയി. വളരെ അടുത്ത് ഈ ഫെമിനിസവുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളോടുമായി അനുബന്ധമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചില വിമർശനങ്ങൾ, രസകരമായ വിമർശനങ്ങൾ വരെയുണ്ടായി. അതും കൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ അനുവദിക്കണം. അതിൽ പറയുന്നതാണ്, യുക്തിവാദി എല്ലാം ആകണമെന്നാണ് ഇവരുടെ വാശി. ഒരാൾ പറഞ്ഞു, യുക്തിവാദി എല്ലാം ആകണമെന്നാണ് ഇവരുടെ വാശി. അതായത് ഞങ്ങൾ ഈ ജ്ഞാനോദയ യുക്തിവാദം എന്ന ആശയം ഉന്നയിക്കുന്നുണ്ട്. യുക്തിവാദി ചോറിട്ടാൽ അപ്പുറത്ത് ഫെമിനിസ്റ്റിന്റെ പാൽപ്പായസം വേണം. എന്ത് തരം ഫെമിനിസം? പോസ്റ്റ് കൊളോണിയൽ, റാഡിക്കൽ, ലിബറൽ? അതൊന്നും ചോദിക്കരുത്. വംശീയ വിരുദ്ധതയുടെ ശർക്കര ഉപ്പേരി വേണം. ജാതി വിരുദ്ധ പച്ചടിയും പൊരിച്ച ഹ്യൂമനിസ്റ്റ് കോഴിക്കാലും മസ്റ്റാണ്. എന്തൊരു പരിഹാസം നോക്കൂ. ആകെ മൊത്തം ഒരു ഇന്റർസെക്ഷണൽ സദ്യ ആകണം യുക്തിവാദം എന്നാണ് ദുശാഠ്യം. ഇതാണ് ഒരു വിമർശനം. അപ്പൊ അതിന് നമ്മുടെ വേറൊരു സുഹൃത്ത് പറഞ്ഞാണ്, ഇന്റർസെക്ഷണൽ, പുതിയ മുദ്രാവാക്യാണ്, ഇന്റർസെക്ഷണൽ യുക്തിവാദത്തിന്റെ 16 അടിയന്തരം ആഘോഷിക്കുക. അതാണ് ഒരു പുതിയ മുദ്രാവാക്യം. യുക്തിവാദത്തെയും ഫെമിനിസ്റ്റെയും ക്ഷുദ്രജീവികൾ ഒന്ന് മോചിപ്പിക്കുക. ഇതില്
എനിക്ക് പറയാനുള്ളത് വളരെ ലളിതമായിട്ടൊരു കാര്യമുള്ളൂ. എന്താണ് നമ്മൾ ഫെമിനിസം എന്നുകൊണ്ട് പറയുന്നത്? അത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഡിക്ഷണറി ഡെഫിനിഷൻ അതിന് വേണ്ടു. വളരെ കൃത്യമായിട്ട് എന്താണ് ഇത് ഒരു തവണ എറണാകുളത്ത് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്. ഫെമിനിസം ഇത്രയേ ഉള്ളൂ: ദ ബിലീഫ് ദാറ്റ് വിമൻ ഷുഡ് ബി അലൗഡ് ദ സെയിം റൈറ്റ്സ്, പവർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആസ് മെൻ ആൻഡ് ബി ട്രീറ്റഡ് ഇൻ ദ സെയിം വേ ഓർ ദ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഇന്റൻഡഡ് ടു അച്ചീവ് ദിസ് സ്റ്റേജ്. ഒരേ അവകാശങ്ങൾ, ഒരേ അധികാരങ്ങൾ, ഒരേ അവസരങ്ങൾ പുരുഷന് തുല്യമായി അനുവദിക്കപ്പെടണം, അവരെ ഒരേ തരത്തിൽ പരിഗണിക്കപ്പെടണം എന്ന ഒരൊറ്റ കാര്യം. ഇതാണ് ഫെമിനിസം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് പറയുമ്പോൾ വലിയ വലിയ വാക്കുകൾ: റാഡിക്കൽ ഫെമിനിസം, പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം, മറ്റേ ഫെമിനിസം. നമ്മളൊന്നും അങ്ങ് എന്താ പറയാ, 3 വഴികളാണ്. ഇങ്ങനത്തെ ഒരു ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ അതിനെ എതിർക്കാൻ 3 വഴികളുണ്ട്. ഒന്ന് കൺവിൻസ് ചെയ്യാം, രണ്ടാമത്തേത് കൺഫ്യൂസ് ചെയ്യാം, മൂന്നാമത്തേത് കറപ്റ്റ് ചെയ്യാം. 3 Cകളാണ്: കൺവിൻസ്, കൺഫ്യൂസ്, കറപ്റ്റ്. ഇതിൽ ചെയ്ത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ പറയുന്നത്. കാരണം അവർക്ക് തന്നെ കൺവിൻസ്ഡ് അല്ല. കാരണം ഒരു എന്താ പറയാ, സ്ത്രീകളെ മൃഗങ്ങൾക്ക് തുല്യമായി കാണുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് പരിഗണന വേണം, പുരുഷന്മാരെ പോലെ പരിഗണന വേണം എന്ന് പറയുന്ന ഒരു സംഗതിയെ പരസ്യമായി സ്വന്തം ഐഡിയയിൽ വന്ന് ആർക്കെങ്കിലും വിമർശിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് സ്ഥിതി. അപ്പൊ അന്നേരം എന്ത് പറയും? ഇതേന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ പറയാൻ പറ്റുക? ഇന്റർസെക്ഷണൽ യുക്തിവാദിന്റെ 16 അടിയന്തരം നടത്തണം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോ അതിന്റെ പറയുന്ന കൂട്ടത്തിൽ എന്ത് പറയും? റാഡിക്കൽ ഫെമിനിസമാണ്, മറ്റേ ഫെമിനിസമാണ്. ഇത് അവസാനത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇതേ റോഡിൽ താമസിച്ചിരുന്ന സഞ്ജയൻ എന്നൊരു എഴുത്തുകാരനുണ്ടായിരുന്നു 1940-ൽ. അദ്ദേഹം കണ്ടോത്ത് കുണ്ടന് ഷോഡതി കിട്ടിയ ഒരു കഥ പറയുന്നുണ്ട്. കണ്ടോത്ത് കുണ്ടന് ഷോഡതി കിട്ടി. ആ സുപ്രസിദ്ധ ഷോഡതി എന്നാ പറയാം. കണ്ടോത്ത് കുണ്ടൻ എന്നൊരു പാവം, അദ്ദേഹത്തിന് ആ നാട്ടിൽ വലിയ പ്രമാണിമാരോ കൂടി ഒരു ഷോഡതി നടത്തി. ആ ഷോഡതിയിലെ 1ാം സമ്മാനം ഒരു ആനയാണ്. മനസ്സിലല്ലേ? അപ്പൊ ആന ഈ കണ്ടോത്ത് കുണ്ടന് കിട്ടി. ആനയൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. ഇവനോട് പരമപരിഹാസവും പുച്ഛവും, ഇവരുടെ ഈ തട്ടിപ്രസ്ഥാനത്തിൽ പൈസ കൊണ്ട് തന്ന ഈ മണ്ടന്മാരോടൊക്കെ പരമപുച്ഛം മാത്രമുള്ള വലിയ മാന്യന്മാരാണ് ഈ ഷോഡതി നടത്തിയ ആൾക്കാർ. അപ്പൊ ഈ കക്ഷി വരുമ്പം പരമപരിഹാസത്തോടെയും പരമപുച്ഛത്തോടെയും അവനോട് വലിയ വാചകങ്ങൾ അടിക്കാൻ ഈ അവസ്ഥയാണ്. അപ്പൊ അത് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. പിന്നെ ദിവസം 4-5 കഴിഞ്ഞു. 1ാം സമ്മാനം ഇന്നാൾക്ക് കിട്ടി. അങ്ങനെ ഷോഡതി ദിവസം പുലർന്നു. ചങ്ങലം പരണ്ട ഏഡ് എലിമെന്ററി സ്കൂളിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടന്നത്. 1000 നറുക്കെടുത്തു. 1ാം സമ്മാനം ഇന്നാൾക്ക് കിട്ടി, ഇന്നാൾക്ക് ഇന്നതാണ് കിട്ടിയത് എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ അല്പസമയത്തിനുള്ളിൽ ചങ്ങലം പരണ്ട മൊത്തം പടർന്നു. ദിവസം 4-5 കഴിഞ്ഞു. അപ്പോഴാണ് കള്ളികൾ കുറേശ്ശെയായി വെളിക്കുവെന്ന് തുടങ്ങിയത്. 1ാം സമ്മാനം കിട്ടിയ പലചരക്ക് കച്ചവട പീടികയിലെ 3ാം അസിസ്റ്റന്റ്, അയാളുടെ ഒരു ഗതി ആലോചിക്കണം, ശ്രീ മണ്ടോത്ത് കുണ്ടൻ ഹാജരായി. ഷോഡതി കമ്മിറ്റി മുറിയിൽ ഒരു മൂലക്ക് തലയും ചൊറിഞ്ഞുകൊണ്ട് നിൽപ്പായി. കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പില്ലാന്തൊടി മൂപ്പിന്ന് ഒരു പ്രാരംഭമായി മുഖമൊന്ന് വീർപ്പിച്ചു. കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായ ശുക്രൻ തിരുമേനിയും ചെക്യാട്ടിളമയും, ഇതൊന്നും ഞാൻ പറയണല്ലോ കേട്ടോ, 1940 സഞ്ജയൻ എഴുതി വെച്ചാണ്, കുസൃതി ഡിപ്പോ മാനേജരും പ്രസിഡന്റിനെ അനുകരിച്ചു. ശ്രീ കുണ്ടന്റെ ധൈര്യം മുഴുവൻ ചോർത്തു കളഞ്ഞ അല്പനേരത്തെ സഗൗരവമായ മൗനത്തിന് ശേഷം പ്രസിഡന്റ് ചോദിച്ചു, എവിടുന്ന് വരുന്നു, എന്തു വേണം? കുണ്ടൻ: എനിക്ക് എന്റെ. അപ്പോ ചോദിച്ചു, എന്താണിത്, വിഭക്തി ഉരുവിടുകയോ? അതിനുള്ള സ്ഥലം ഇവിടെയല്ല, മൂസത്തിന്റെ സംസ്കൃത സ്കൂളിലാണ്. ഞെട്ടിയില്ലേ? വന്ന കാര്യം പറയാനല്ലേ തന്നോട് പറഞ്ഞത്? അപ്പൊ മറ്റേയാൾ അത് ചെയ്യാതെ അസംബന്ധം പറയൂ. അപ്പൊ മറ്റേയാൾ വേഗത്തിൽ കാര്യം പറഞ്ഞു പൊക്കോ. ആകെ പറച്ചു. പാപം ശ്രീ കുണ്ടന്റെ ഭയവും ഈ അവസ്ഥയിലാണ് ഞങ്ങൾ ഫെമിനിസ്റ്റുകൾ ഇപ്പോ. ഇത് എന്തൊക്കെയാ പറയണതേ? പാപം ശ്രീ കുണ്ടന്റെ ഭയവും സംഭവവും ഒന്ന് കാണേണ്ടതായിരുന്നു. എനിക്കാണ് ഷോഡതിയിൽ 1ാം സമ്മാനം കിട്ടിയതെന്ന് പറഞ്ഞു കേട്ടു എന്നാ സാധു മനുഷ്യൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഞാനൊരു കൊലക്കുറ്റം ചെയ്തിരിക്കുന്നു എന്നായിരുന്നു ശ്രീ കുണ്ടൻ പറഞ്ഞിരുന്നെങ്കിൽ കമ്മിറ്റി അയാളെ ഈർഷ്യയോടെ നീരസത്തോടെ നോക്കില്ലായിരുന്നു. പ്രസിഡന്റ് കണ്ണടയെടുത്ത് ധരിച്ച് മേശവലിപ്പിൽ നിന്ന് ലിസ്റ്റ് പുറത്തെടുത്തു. പേര് കുണ്ടൻ. കുണ്ടനാ? കുണ്ടൻ കുണ്ടൻ കൂക്കുവോ? അങ്ങനെ ഒരാൾക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. തനിക്ക് പോവാം. കുണ്ടൻ: അയ്യോ യജമാനെ, ഞാൻ കുണ്ടൻ എന്നാണ് പറഞ്ഞത്. നീ അതിലധികം പറഞ്ഞിരിക്കുന്നു. ഇരിക്കട്ടെ. വീട്ടുപേര് മണ്ടോത്ത്. വളരെ നേരത്തെ തിരിച്ചതിന് ശേഷം പ്രസിഡന്റ് ലിസ്റ്റിൽ പേര് കണ്ടുപിടിച്ചു. അനന്തരം ടിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. പ്രസിഡന്റ് അത് വാങ്ങി തിരിച്ചും മറിച്ചും ഉയർത്തിപ്പിടിച്ചും താഴ്ത്തിപ്പിടിച്ചും പരിശോധിച്ചു. പ്രസിഡന്റ് പറഞ്ഞു, ശരി, മണ്ടോത്ത് കുണ്ടൻ താൻ തന്നെയാണെന്ന് തെളിയിക്കാൻ സാക്ഷികളെ കൊണ്ടുവന്നുണ്ടോ? ഇല്ല. വേണമെങ്കിൽ കൊണ്ടുവരാം. വേണമെങ്കിലോ? രസിക, ഇതെന്താണ് പിള്ളേരേളിയാണെന്നാണ് കരുതിയത്? ഞാൻ കൊണ്ടുവന്നാളോ? എന്നാൽ ആനയെ പ്രസിഡന്റും കമ്മിറ്റി മെമ്പർമാരും ഇത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. വളരെ നേരം ഒതുക്കാനാവാത്ത വിധത്തിൽ ചിരിച്ചു.
പ്രസിഡന്റ് എന്ത് ആനയോ ആനേ മറ്റേയാള് ആനയെ കൊണ്ട് എന്താ താൻ ചെയ്യാൻ ഭാവം? തനിക്ക് മാതംഗലീല അറിയുമോ? തനിക്ക് റാഡിക്കൽ ഫെമിനിസം അറിയുമോ? തനിക്ക് പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം അറിയുമോ? ഇതാണ് തേർഡ് വേവ് ഫെമിനിസം അറിയുമോ എന്ന് ചോദിക്കുന്ന പോലെ ആനയെ കൊണ്ട് എന്താ താൻ ചെയ്യാൻ ഭാവം? തനിക്ക് മാതംഗലീല അറിയുമോ? ശ്രീ കുണ്ടൻ ആകപ്പാട് പരിങ്ങില്ലായി. ഒടുക്കം പ്രസിഡന്റ് പറഞ്ഞു, എടോ കുണ്ട, നിന്റെ പേര് മണ്ടോത്ത് കുണ്ടൻ എന്നാണല്ലേ, കുണ്ടോത്ത് മണ്ടൻ എന്നല്ലല്ലോ. എന്നാ കാര്യം പറഞ്ഞ് കേക്ക്, നിനക്ക് ആന വേണം, അത് ശരി തന്നെ. പക്ഷെ നീ ആനയെ കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടിയാണോ ഈ ഷോടതിയിൽ ചേർന്നത്? ഒന്നാം സമ്മാനം നിനക്ക് കിട്ടി, എന്നാൽ ആ വഴിക്ക് വരുന്ന ആനയെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന വല്ല പ്ലാനും നിന്റെ മനസ്സിലുണ്ടോ ഫെമിനിസ്റ്റുകളെ? അതാണ്, വല്ല പ്ലാനും ഉണ്ടോ നിങ്ങൾക്ക്? വല്ലതും അറിയാവോ? നിങ്ങൾക്ക് ഫെമിനിസ്റ്റിനെ പറ്റി ഒരു ചുക്കും അറിയില്ല. അതാണ് കേരളത്തിൽ ഒരു ചുക്കും അറിയില്ല. ഇതാണ് സ്ത്രീകൾക്ക് തുല്യാവകാശം പറഞ്ഞെന്ന് പറഞ്ഞ ആൾക്കാരോ നിങ്ങൾക്ക് ഫെമിനിസ്റ്റ് കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഇതാണ് ഇന്ന് കേൾക്കുന്ന സംഭവം. ആരാ പറയുന്നത് വെച്ചാൽ അറിയില്ല, ആകാശത്ത് നിന്ന് കേൾക്കുന്നത്. നിനക്ക് ആനയെ നടത്താൻ അറിയാമോ? നീ പറഞ്ഞാൽ ആന പോയിട്ട് കുഴിയാനെയെങ്കിലും അനുസരിക്കുമോ? ആ സ്ഥിതിയിൽ ഒരു പാപ്പാനോ തോട്ടി പോലുമോ ഇല്ലാതെ മരമെടുക്കാനോ സദ്യയിലിടാനോ പുറപ്പെടുന്ന പോലെ നീ കയ്യും വീശി വന്നതിന്റെ സാരം എന്താണ്? ദേഷ്യം വരണ്ട മണ്ടോത്ത് കൊണ്ടാ. അതൊരു അടി ഉണ്ട് അതിന്റെ കൂടി. ദേഷ്യം വരുന്നത് ഇവർക്കാണ് ദേഷ്യം വരുന്നത്. ഇവനെ പേടിച്ചിരിക്കുകയാണ്. അവരോട് ദേഷ്യം വരണ്ട മണ്ടോത്ത് കൊണ്ടാ. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാണ്, ആന ചുമലിൽ വെച്ചോ കോന്തലക്ക് കെട്ടിയോ കൊണ്ടുപോകുന്ന ഒരു സാമാനമാണെന്ന് കരുതുക പോലെ തോന്നിയോണ്ട് ചോദിക്കാണ്. ചുരുക്കം പറഞ്ഞാല് 10 റുപ്യ കൊടുത്തിട്ട് അതിൽ 2.5 റുപ്യ ടാക്സ് ആയിട്ട് തിരിച്ചു പിടിച്ചിട്ട് 7.5 റുപ്യ കൊണ്ടന് കൊടുത്തിട്ട് സംഗതി കഴിച്ചിലാക്കിയതാണ് ഈ കഥ. ഇത് എന്തൊരു വിചിത്രമായ അവസ്ഥയാണെന്ന്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തുല്യാവകാശം വേണമെന്നുള്ളത് അത് ഒരു വളരെ സാധാരണമായ ഒരു കാര്യം പറയുന്നതാണ്. ഈ മണ്ടോത്ത് കൊണ്ടിന് ഷോർട്ടതി കിട്ടിയ പോലെ നമ്മൾ വീട്ടിൽ പ്രയോഗം മൊത്തം വല്ല ആവശ്യമുണ്ടോ? എന്തൊരു കാര്യമുണ്ട്. അപ്പൊ ഇന്ന് ഇവരോട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, ഈ ഹാളിൽ തന്നെ പണ്ട് ഒരു പലവട്ടം നടന്നിട്ടുള്ള പഴയ നാടകത്തിന്റെ ഒരു പേരുണ്ട്, ഇജ്ജ് നല്ലൊരു മനസ്സനാവാൻ നോക്ക്. അങ്ങനെയുണ്ട്. അതാണ് ഇവരോട് പറയാനുള്ളത്. ഇജ്ജ് നല്ലൊരു മനസ്സനാവാൻ നോക്ക്. ഈ ചെക്യാട്ട് ഇളമയുടെ മാതിരി, ഈ പിന്നെ ഷോർട്ടതി പ്രസിഡന്റിന്റെ മാതിരി ഇങ്ങനെ ഒരു ദുർബലരായ ആൾക്കാരോട് ഈ രീതിയിൽ വലിയ വലിയ വാചകങ്ങൾ അടിക്കുന്നത് വൃത്തികേടാണ്. ഇജ്ജ് നല്ലൊരു മനസ്സനാവാൻ നോക്ക്. 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുത്ത ഒരു ഗംഭീരമായ ഒരു പ്രകടനം നടന്ന ഇന്നലെ അത് കണ്ട് വാസ്തവത്തിൽ എന്താ പറയാ പുളകം കൊണ്ട ഒരാളാണ് ഞാൻ. ഇതാണ് ഇവർ ഈ പറഞ്ഞ റാഡിക്കൽ ഫെമിനിസം, മറ്റേ ഫെമിനിസം, മറിച്ച ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് ഇത് അമേരിക്കയിലെ പുസ്തകങ്ങളിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. അവിടെ നടക്കുന്നത് എന്താണ്? ഒരു മിസോഗൈനിസ്റ്റ് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്ത്രീ വിരുദ്ധൻ ആയ ഒരാളെ പ്രസിദ്ധീകരിക്കുമ്പോൾ വളരെ ജനാധിപത്യപരമായ രീതിയിൽ 2 ലക്ഷത്തിലധികം ആൾക്കാർ എന്റെ മകളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. 20 വയസ്സായ ഒരു മകൾക്ക് ആ ഒരു കവിതയും കൂടി വായിക്കണം എന്ന് വിചാരിച്ച സമയമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ട് ഞാൻ ഈ കുട്ടികളോട് നിൽക്കുന്നു? എന്റെ മകൾ ആ കൂട്ടത്തിൽ ഉണ്ടതുകൊണ്ട് ഞാൻ അതിലൂടെ നിൽക്കുന്നു. അപ്പൊ നിങ്ങളൊക്കെ ഈ വിമർശകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാവാൻ നോക്ക്. നന്ദി, നമസ്കാരം.